റേപ്പുകൾ, ഗ്യാങ് റേപ്പുകൾ അടക്കം ആയിരക്കണക്കിനായ കേസുകൾ കണ്ടതാണെങ്കിലും ഒരു കളകൂട വൈരാഗ്യത്തിന് ബലാത്സംഗം ചെയ്യാൻ ഒരുത്തിന് കൊട്ടേഷൻ, ഒരു റേപ്പ് കൊട്ടേഷൻ, അത് രാജ്യമെന്ന ലോകത്ത് തന്നെ കേട്ടുകഴിവില്ലാത്തതാണ്. അതുമാത്രമല്ല, കേസിന്റെ വ്യവഹാര വഴി, അട്ടിമറി നീക്കങ്ങൾ, വിചാരണ നീണ്ട് 8 വർഷങ്ങളൊക്കെ അക്കാദമിക്കലി പറയാം റയറസ്റ്റ് ഓഫ് ദി റയർ, അപൂർവങ്ങളിൽ അപൂർവമാണ്. ആ ദിവസങ്ങളിൽ ഒരു ദിവസം ഇതുപോലെ ഒരു ചർച്ചയ്ക്ക് വിളിച്ചതാണ്. ഈ കേസിന്റെ 2ാം വരവിലെ ചാലകശക്തി ബാലചന്ദ്രകുമാർ രോഗാവസ്ഥയിൽ വയ്യാതായെന്നും ഇരിക്കാനാവതില്ലെന്നും പറഞ്ഞ ആ സംവിധായകൻ വാട്സാപ്പിലേക്ക് സന്ദേശം അയക്കുന്നുണ്ട്. ഒരു രോഗിയെന്ന പരിഗണന ആരും തന്നില്ല. ആവർത്തന ഡയാലിസിസ്, അങ്ങേയറ്റം അവശത, റെസ്റ്റില്ലാതെ കോടതി മുറിയിൽ ചോരയിറ്റലുകൾ, യാതനകൾ, അനുഭവിച്ച വേദനകൾ. ഒരു നാൾ ഞാൻ പറയുന്നുണ്ട്, പിന്നെ ഉണ്ടായില്ല. വേദനയിൽ മരിച്ചുപോയത്തിന്റെ വേദനാ സന്ദേശം ഇപ്പോഴും മിറയലോടെ ഈ ഫോണിൽ കിടപ്പാണ്. ആ വേദനകളൊന്നും പറയാൻ ബാക്കി നിൽക്കാതെ അധികം വൈകും മുന്നേ വേദനയില്ലാത്ത ലോകത്തേക്ക് പോയ വിസിൽ ബ്ലോവർ, ധാർമ്മികതയുടെ നാവായി മാറിയ നിലപാടിന്റെ ദ്വയാക്ഷരി PT എന്നൊരു രാഷ്ട്രീയക്കാരൻ PT തോമസ്. ആ പെൺകുട്ടിക്ക് കയ്പുനീർവിധിയെങ്കിലും ഈ ദിവസം ആ രണ്ടുപേരെയും ഓർക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെ ഒരു നാൾ ചുമ്മാതിരിക്കുമ്പോൾ ഏതോ ഒരു ഡ്രൈവർ ഒരു 4ാംകുട ഗുണ്ടയ്ക്ക് അന്നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു നായക നടിയെ റേപ്പ് ചെയ്യാൻ ഉൾവിളി ഉണ്ടാകുന്നു. തെരുവിൽ വാഹനത്തിൽ ബലാത്സംഗ ചിത്രീകരണം, വിഷ്വൽ ഗൂഢകേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്നു, തെളിവുനാശം, ജാമ്യത്തിന് ശേഷം മോഡലിംഗ്, ആഡംബര വാഹനങ്ങളിൽ കറക്കം. ആ തെമ്മാടിപ്പണിയിൽ 1 മുതൽ 6 വരെ പ്രതികൾ മാത്രമെന്നും ഗൂഢാലോചനയുടെ ഒരു ദുഷ്ട തലച്ചോറിന് തെളിവ് കൂമ്പാരത്തിൽ തെളിവില്ലെന്നും പറയലാണ് കോടതി. പ്രോസിക്യൂഷൻ പരാജയം, സർക്കാർ പരാജയം കൂടിയാണ്. കോടതി ഉത്തരവിൽ വിശുദ്ധനാക്കപ്പെട്ട 8ാം പ്രതിയെ വാരിപ്പണിരുന്ന താരശരീരങ്ങൾ, മാടി വിളിക്കുന്ന റെഡ് കാർപ്പറ്റുകൾ, ആരാധക വൃന്ദം. മാലപ്പടക്കത്തിനിടയിൽ ആ കേസിന്റെ മറന്നുപോകരുതാത്തൊരു ഭൂതകാലമുണ്ട്. ആ ജഡ്ജിയുടെ സമീപനം താങ്ങാവതല്ലെന്ന് പറഞ്ഞ് രാജിവെച്ചിറങ്ങിപ്പോയത് 2 പ്രോസിക്യൂട്ടർമാർ. ആത്യന്തികമായി ആർക്കാണോ നീതി വേണ്ടത്, ആ വിക്ടിം ഈ ജഡ്ജിയെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് മേൽക്കോടതിയിൽ പോയ കേസാണ്. ആ മെമ്മറി കാർഡ് കോടതിയുടെ ചെസ്റ്റിൽ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തുവെന്ന നിയമവിരുദ്ധ നെറുകേടിൽ രാഷ്ട്രപതിക്ക് കത്തുപോയ കേസാണ്. ഒരു വിചാരണ കോടതി ഉത്തരവിൽ കഴുകിപ്പോകുന്ന കളങ്കങ്ങളാണോ, ഓടിച്ചിട്ട് കടിക്കുന്ന പേപ്പട്ടികൾ കണക്കെ നാഥനില്ലാ കൂട്ടങ്ങളോ, അതോ ആ എക്കോ സിനിമയിൽ പറയും മട്ടിൽ മാസ്റ്റർ ട്രെയിൻഡ് മലേഷ്യൻ വേട്ടപ്പട്ടികളാണോ എന്ന് കാലം പറയട്ടെ, മേൽക്കോടതികൾ പറയട്ടെ. പ്രിയപ്പെട്ട സഹോദരി, 8 ആണ്ടുകൾ ഒരു ചെറിയ കാലയളവല്ല. വർഷങ്ങളിൽ നീതാണ്ടിയ വേദനാവഴികൾ, കേട്ട അധിക്ഷേപങ്ങൾ, കരഞ്ഞു നാനാവിധമായി പോവാതെ ഒരു മുഴം കയറിൽ തൂങ്ങിയാടാതെ വല്ലാത്തൊരു ചങ്കുറപ്പിൽ ഉയർത്തൊരു നിൽപ്പുണ്ടല്ലോ, അത് മതി. ഇരയല്ല, അത് ജീവിതമല്ല, നീ തിരുത്താണ്, കരുത്താണ്. ഏത് കോടതിയിൽ തിരിച്ചടിയെങ്കിലും, ഏത് ആകാശമിടിഞ്ഞു വീണാലും മനസാക്ഷി കോടതി നിസ്തർക്കം നിനക്കൊപ്പം മാത്രമാണ്. ആർജവത്തിന്റെ അവസാന വാക്കേ അഭിവാദ്യങ്ങൾ. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ദീദി ദാമോദരൻ, പ്രശാന്ത് പത്മനാഭൻ, ശ്രീ സജീവ് നന്ദിയാട്ട്, ശ്രീ ബൈജു കൊട്ടക്കരുന്നു. ചർച്ച ഞാൻ ദീദിയിലേക്കാണ്. ദീദി, ബാക്കി എല്ലാവരുടെയും WCCയുടെയും ഒക്കെ നീതി പ്രതീക്ഷകൾ പോട്ടെ. ഇവിടെ ഒരു പെൺകുട്ടി ഈ സ്ത്രീപക്ഷ കേരളത്തിന്റെ തെരുവിൽ പാതിരാത്രി ക്രൂരമായി റേപ്പ് ചെയ്യപ്പെട്ടു എന്നാർക്കും ഇന്നത്തെ കോടതി വിധിയിലും തർക്കമില്ല. 1 മുതൽ 6 വരെ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു. താൻ നേരിട്ട ഒരു ഹീനമായ ദുഷ്കർമ്മത്തിന് ഒരു മാസ്റ്റർ ബ്രെയിൻ ഉണ്ടെന്നും അയാൾ ശിക്ഷിക്കപ്പെടുമെന്ന പെൺകുട്ടിയുടെ വിശ്വാസം തകർന്ന രാത്രി നമ്മൾ സംസാരിക്കുകയാണ്. ആ വേദനയ്ക്ക് ഇനി എവിടെയാണ് പരിഹാരം, ദീദി? ഇതിൽ പരിഹാരമൊന്നുമില്ല ഹാഷ്മി. കാരണം 97-ലാണ് ഐസ്ക്രീം പാർലർ കേസ് നമ്മൾ കണ്ടത്. അതിൻ്റെ തീർപ്പിൻ്റെ ദിവസം കോടതി പരിസരത്ത് നടന്ന അതേപോലെ അത്രയും ഫാസിക്കലായിട്ടുള്ള അത് തന്നെ ഇന്നത്തെ കോടതി പരിസരത്തും ആ പ്രമിസിൽ നടന്നത് കണ്ടപ്പോൾ ഒരു ഇത്തിരി പോലും നമുക്ക് മുന്നോട്ട് നീങ്ങാനായിട്ടില്ല എന്നുള്ളതിൻ്റെ നേർസാക്ഷ്യമായിരുന്നു. ലഡു വിതരണം, ഗൂഢാലോചന, തിരിച്ചിട്ടിട്ടുള്ള ഗൂഢാലോചന, തനിക്കെതിരായിരുന്നു ഗൂഢാലോചന എന്നുള്ള പ്രസ്താവനകൾ, ഒന്നിനും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. എത്ര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാരാണോ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്, അവരെങ്ങനെയാണ് ഈ ഓൾറെഡി ട്രോമാറ്റിക് ആയിട്ടുള്ള അതിജീവിതമാരോട് എങ്ങനെയാണോ പെരുമാറുന്നത്, അത് തന്നെയാണ് നമ്മളവിടെ കണ്ടത്. ഇത്തരം ആഘോഷങ്ങളും ഒന്നും പുതിയതല്ല, കേരളത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അല്ലെങ്കിലും നമുക്ക് ഏത് കേസിലാണ് മാതൃകാപരമായിട്ട് ഇത്തരം ആൾക്കാരെ ശിക്ഷിച്ചതായിട്ട് കേരളത്തിന് പറയാനുള്ളത്?
കേരളത്തിന് അങ്ങനെ ഒന്നുമില്ല പറയാൻ. ഇതിലൊരു വ്യത്യാസം ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു, ആഗ്രഹിച്ചിരുന്നു. കാരണം മൊഴി മാറ്റി പറഞ്ഞ പരാതിക്കാരാണ് ഇതിനു മുമ്പെയുള്ള കേസുകളെങ്കിൽ മൊഴി മാറ്റി പറയാതെ നിന്ന ഒരു അതിജീവിത നമ്മളുടെ കൂടെ ഉണ്ട്. മീഡിയ മുഴുവൻ ഉണ്ടായിരുന്നു. സാമൂഹ്യ മനസാക്ഷി എന്ന് പറയുന്ന ഇത് മുഴുവൻ അവൾക്കൊപ്പം എന്ന ഹാഷ്ടാഗിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതൊക്കെ വലിയ പ്രതീക്ഷയാണ് നൽകിയത്. പക്ഷേ എത്ര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്രതിയെങ്കിലും, ഐ മീൻ പ്രതി എന്നല്ല, പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരാളുടെ നേരെയെങ്കിലും കേരളക്കരയിൽ ഇന്നേ വരെ ഇത്തരം നടപടികൾ ഉണ്ടായിട്ടില്ല. ഇത് അതിൻ്റെ കൂടെ അതേ സീരീസിലെ അടുത്ത എപ്പിസോഡ് എന്ന് മാത്രമേ ഉള്ളൂ. തിരിച്ചൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇടക്കാലത്തൊക്കെ. പിന്നെ അല്ല എന്ന് ഇതിൻ്റെ നാൾ വഴി നോക്കിയാൽ നമുക്കറിയാം, ഈ അതിജീവിതയെ തോൽപ്പിക്കാൻ മത്സരിക്കുകയായിരുന്നു എല്ലാവരും, തോൽപ്പിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതിൻ്റെ പര്യവസാനം സമ്പൂർണ്ണമായിട്ടുള്ള ഈ പറഞ്ഞ പറഞ്ഞു കേട്ടത് മാധ്യമപ്രവർത്തകൻ പറഞ്ഞു കേട്ടത് യഥാർത്ഥത്തിൽ ഇത് ഈ കോടതിയിൽ നിന്നുള്ള മോചനമെന്നാണ്. അപ്പീലാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. നോക്കൂ, ഫ്രാങ്കോ കേസിൽ സർക്കാർ അപ്പീൽ പോയത് തന്നെ എത്ര വൈകിയാണ്. ഇപ്പോഴും ആ കേസ് എടുത്തിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. സബ്ജക്റ്റ് കറക്ഷൻ. ഇനി അപ്പീൽ പോയാലോ അതിലും ഭയാനകമായൊരു ട്രോമാ കാലത്തിലൂടെ വിചാരണ കോടതികളിൽ രൂക്ഷമായ ചോദ്യങ്ങളിലൂടെ ഒക്കെ പോകേണ്ടി വരുന്ന പെൺകുട്ടിക്കാണ്. എളുപ്പമാണോ അപ്പീലും നീതി എന്നൊക്കെ പറയുന്നത്? നമുക്ക് പറയാം എന്നല്ലാതെ നീതി. അതെ, അപ്പീൽ പോകാം എന്നുള്ളത് വളരെ പോസിറ്റീവാണ്. പക്ഷെ ഇനിയും പോകേണ്ടത്, ഈ പോരാട്ടം തുടരേണ്ടത്, അതും ഒറ്റയ്ക്ക് തുടരേണ്ടത് അവൾ തന്നെ ആണല്ലോ എന്നുള്ളതാണ് അതിനെ കൂടുതൽ വിഷമസന്ധിയിലാക്കുന്നത്. ഓക്കെ, സജി നന്ദ്യാട്ട്, ഇവിടെ നിങ്ങൾക്കൊക്കെ ഇന്ന് ആഘോഷരാവാണ്. ചർച്ചകളിൽ നിന്ന് ആഘോഷഭേരി മുഴക്കേണ്ട ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. രാഹുൽ ഈശ്വർ ജയിലാണ്, പോട്ടെ, ആഘോഷമുള്ളൂ. പക്ഷേ ആർക്കാണോ നീതി കിട്ടേണ്ടത് ആ അതിജീവിത ആ കോടതിയിൽ അവിശ്വാസം രേഖപ്പെടുത്തി മേൽക്കോടതിയിലേക്ക് പോയൊരു കോടതി പുറപ്പെടുവിച്ച ഉത്തരവാണ് എന്ന് മറന്നുള്ള ആഘോഷം വരുത്. സജി, ആഷ്മിക്ക് അങ്ങോട്ട് നെഞ്ച് പൊട്ടുക. ആഷ്മിയുടെ ഇൻട്രോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഇലക്ഷൻ സമയത്താണെങ്കിൽ ആഷ്മി ഒരു എതിരാളിക്ക് അയാളുടെ വോട്ട് പോലും കിട്ടത്തില്ല. നല്ല ഇൻട്രോയാ, എനിക്കിഷ്ടപ്പെട്ടു, വേണം. അതിനകത്ത് ധാർമ്മിക രോഷം എനിക്കിഷ്ടപ്പെട്ടു. ഇവിടെ 8.5 വർഷം 2227 ദിവസം ഒരു നിരപരാധിയെ ക്രൂശിച്ചു. അതിൽ 85 ദിവസം ജയിലിൽ കിടന്നു. ഒരു ഫേബ്രിക്കഡ് സ്റ്റോറി. അത് 2 ഇരകളാണ്. അന്ന് ഞാൻ പലപ്പോഴും ചർച്ച പുറകോട്ടെടുത്താൽ അറിയാം. ഈ അതിജീവിതയും ദിലീപുമാണ് ഇരകൾ. ഇതിന്റെ ബ്രെയിൻ വേറെയാണ്. അത് മാർട്ടിൻ പറഞ്ഞിട്ടുണ്ട്. കത്തെഴുതിയ ബിബിൻലാൽ അല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടതാ പറഞ്ഞത് ദൂതിലെ കഥകൾ. അതെ, ഞങ്ങൾക്കും അത് ഇരയോടൊപ്പം അല്ലേ, അതല്ലേ പറഞ്ഞേ. ഞാനത് പോസിറ്റീവായിട്ട് എടുത്താൽ മതി കേട്ടോ ആഷ്മി. പിന്നെ നമ്മുടെ നാട്ടില് നീതി നടപ്പാകുമ്പോൾ എന്നത് എങ്ങനെയാണ്? നമ്മൾ 2 കൂട്ടരുന്ന് ഒരു ഭാഗം പറയുകയും വേറൊരു കൂട്ടർ അവരുടെ ഇഷ്ടമുള്ള ഭാഗം പറയുകയും ചെയ്യുന്നതിലല്ല നീതി. ഈ രാജ്യം ജനാധിപത്യ രാജ്യമാണ്. ഈ രാജ്യത്ത് കോടതികളുണ്ട്. കോടതിയാണ് ഒരാൾ നിരപരാധിയാണോ അപരാധിയാണോ എന്ന് തീരുമാനിക്കുന്നത്. അത് എങ്ങനെയാണ്? വിത്ത് സോളിഡ് പ്രൂഫ്, എവിഡൻസ്. ആ എവിഡൻസ് കൊടുക്കണമായിരുന്നു. ഇവിടെ ഇപ്പോൾ കോടതിയുടെ വിധി അനുകൂലമായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ദിലീപ് ശിക്ഷിക്കപ്പെട്ടാൽ കോടതി അടിപൊളി. ദിലീപ് 6 പ്രതികൾ വരെ ശിക്ഷിക്കാൻ പോവുകയാണ്. അയ്യോ, അവിടം വരെ കോടതി അടിപൊളിയാണ്. പിന്നെ 6 തൊട്ട് 10 പ്രതികളെ വെറുതെ വിട്ടു. അയ്യോ, കോടതി വളരെ മോശമാണ്. എന്തൊരു കോമഡിയാ. നമ്മൾ പറഞ്ഞതല്ല, എവിഡൻസ് കൊടുക്കണം. ഇപ്പോഴും പറഞ്ഞതല്ല. അതായത് ഇന്ന് ഞാൻ തുടക്കത്തിൽ ചൂണ്ടിക്കാട്ടിയത് ഈ കേസിൽ ആർക്കാണോ ആത്യന്തികമായി നീതി കിട്ടേണ്ടത് ആ നീതി തേടുന്ന അതിജീവിത പറഞ്ഞതാണ്. ആ കേസിൽ 2 പ്രോസിക്യൂട്ടർമാർ ഈ കോടതി അനീതിപൂർവ്വം പെരുമാറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി ഓടിപ്പോയതാണ് 2 പേര്. ഞാൻ പറഞ്ഞ കാര്യമൊന്നുമല്ല കേട്ടോ, അങ്ങനെ കൂട്ടിയല്ലേ. അതെ, അതിജീവിതം എപ്പോഴെങ്കിലും പറഞ്ഞു? അതിജീവിതം എപ്പോഴെങ്കിലും പറഞ്ഞു ദിലീപാണെന്ന്? ഇത് പൾസസൂരിയെ പറഞ്ഞ് വിട്ടവരാര്? പൾസസൂരി ഈ പെൺകുട്ടിയെ കാറിൽ കയറ്റുന്നതിന് മുമ്പുള്ള പൾസസൂരിയുടെ ഫോൺ കോൾ പരിശോധിക്കാത്ത എന്ത്? നിങ്ങളെന്താ അതിലേക്ക് പോകാത്തെ? നമുക്ക് യഥാർത്ഥ പ്രതിയെ കിട്ടുകയാണ്. ഒരു നിരപരാധിയെ ശിക്ഷിച്ചുകൊണ്ടല്ല അതിജീവിതയ്ക്ക് എന്ത് ലഭിക്കേണ്ടത്? നീതി. അതിജീവിതയെ ബലാത്സംഗം ചെയ്തവൻ ആരാണ്? ഈ പൾസസൂരി. അവന് വേണ്ടി ആരെങ്കിലും സംസാരിച്ചോ കേരളത്തില്? അതിജീവിതയ്ക്ക് നീതി കിട്ടണം. ഇവനെ വിട്ടതാര്? അത് ഇന്നയാളാന്ന് ഒരു ഫേബ്രിക്കഡ് സ്റ്റോറി ഉണ്ടാക്കുന്നതിനോട് ഞാൻ യോജിച്ചിട്ടില്ല, അന്നും ഇന്നും ഇപ്പോഴും. ഈ തെളിവിൽ 861 ഡിജിറ്റൽ തെളിവാ. ഒന്ന് ആലോചിക്കുക ആഷ്മി. ഈ 861 ഒരെണ്ണം പോട്ടെ, പൊടിക്ക്, അതും പോട്ടെ ആഷ്മി, ഒന്നും നമുക്കൊരു എന്തായാലും പറയാം, ഒരു അച്ചാറിനെങ്കിലും ഒരു ചെറിയ സാധനം ഉണ്ടായിരുന്നോ?
അപ്പോൾ ഫേബ്രിക്കേറ്റഡ് ആണ്. ഇനി ഇവർ പറയുന്ന അടുത്തൊരു വലിയ സംഭവമുണ്ട്. എന്താണെന്നറിയോ? 261 സാക്ഷി, അതിൽ 27 പേര് കൂറുമാറി പോയി. അയ്യോ, കൂറുമാറിയോ? ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ കൂടെ ജോലി എന്നാ സാർ? കൂറുമാറുന്നവനെ ക്രോസ് ചെയ്ത് അവനെ പൊളിക്കണം. നിയമം അറിയാവുന്ന ആൾക്കാർ ഇത് കേൾക്കട്ടെ. അടുത്തത്, ഈ 261 ആഷ്മി 27 പോയാൽ ഞാൻ പഠിച്ചത് 233 ഈ 233 സാക്ഷിമൊഴിയിൽ ഒന്നുപോലും ഒരു മൊഴിയെങ്കിലും കോടതിക്ക് സ്വീകാര്യമാകുന്ന ദിലീപ് ഈ കുറ്റകൃത്യം ചെയ്തു എന്ന് തെളിയിക്കുന്ന ഒരു മൊഴി, ഒരു വാക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ബി രാമൻപിള്ള പറഞ്ഞത് 50 വർഷമായി ഞാൻ കേസ് നടത്തുന്നു, ക്രിമിനൽ കേസ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ് ഞാൻ ഒരു തെളിവ് പോലാത്ത കേസ് കാണുന്നത്. അത് മാത്രമല്ല, അതൊക്കെ കോടതിയിൽ നടന്ന വിചാരണ വഴി നമുക്ക് ആ കോടതി ഉത്തരവ് വരട്ടെ. നമുക്ക് എന്തായാലും ഈ ശിക്ഷാവിധിക്ക് ശേഷം ഉത്തരവ് വരുമ്പോൾ മാത്രമേ സമർപ്പിച്ച തെളിവ് കൂമ്പാരങ്ങൾ എന്തുകൊണ്ട് ഗൂഢാലോചന തെളിവായി കോടതിക്ക് ബോധ്യപ്പെട്ടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ കോടതിക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. എന്റെ ചോദ്യം അതായിരുന്നില്ല. എന്റെ ചോദ്യം, സജി നന്ദിയാട്ടെ, അങ്ങയുടെ അറിവിൽ ഈ രാജ്യത്തിൽ ഏതെങ്കിലും ഒരു പീഡന കേസിൽ, ഒരു ബലാത്സംഗ കേസിൽ അതിലെ അതിജീവിത എനിക്ക് കോടതി അവിശ്വാസമാണ്, ഈ കോടതി മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, ശരി മേൽക്കോടതി അംഗീകരിക്കപ്പെട്ടില്ല, പക്ഷെ മേൽക്കോടതിയിലേക്ക് പോയ ഒരൊറ്റ സംഭവം ചൂണ്ടിക്കാണിക്കാവോ? ഒരേ ഒരു സംഭവം സജി നന്ദിയാട്ട്. അതിജീവിത തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്ന് ഞാൻ പറയും. കാരണം ഞാൻ ചോദിക്കുന്നത് അങ്ങനെയല്ല, ഒരേ ഒരു സംഭവം ചൂണ്ടിക്കാണിക്കാൻ ചോദിക്കുന്നത്. ഒരേ ഒരു സംഭവം, ഞാൻ മനസ്സിലാക്കിയ കാര്യം ചൂണ്ടിക്കാണിക്കാവോ? പറയട്ടെ അഷ്മി, പറയൂ. ഞാൻ പറയട്ടെ. ഇത് രണ്ടാമത്തെ അന്വേഷണം വന്നപ്പോൾ കേരള പൊതുസമൂഹത്തിന് മനസ്സിലായി എന്താണ്. ഇന്നലെ ബൈജു കൊട്ടാരക്കര ഇവിടെ ഇരിപ്പുണ്ടല്ലോ, ഇന്നലെ ഒരു ചാനലിൽ എന്നോട് പറഞ്ഞു, അഷ്മി എടുത്ത് നോക്കണം. എന്താ പറഞ്ഞതെന്ന് അറിയാമോ? ഒന്നാമത്തെ അന്വേഷണത്തിൽ തെളിവുകളൊന്നും പര്യാപ്തമല്ല, പ്രതിരോധത്തിലാവുമെന്ന് കണ്ടതുകൊണ്ടാണ് രണ്ടാമത്തെ അന്വേഷണം വന്നതും ഞങ്ങളാണ് ബാലേന്ദ്രകുമാറിനെ കൊണ്ടുവന്നത്. അദ്ദേഹം ഇന്നലെ പറഞ്ഞു, യൂട്യൂബിൽ കിടപ്പണ്ടേ. അപ്പോൾ ഒന്നാമത്തെ അന്വേഷണത്തിൽ ഒന്നുമില്ലായിരുന്നു. എന്നിട്ടാണ് 85 ദിവസം ആരെ പിടിച്ചിട്ടത്? ദിലീപിനെ. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആശങ്കയില്ല. 2, ആദ്യത്തെ ദിലീപിന്റെ ജാമ്യം ഹാഷ്മി ഓർക്കുന്നുണ്ട്. ഹാഷ്മി പത്രപ്രവർത്തനാണ്, നമ്മളൊക്കെ ചർച്ച ചെയ്ത. അപ്പോൾ ഹാഷ്മി ഓർക്കണം, അന്ന് ആരായിരുന്നു അന്നത്തെ വക്കീലായിരുന്ന നമ്മുടെ അദ്ദേഹത്തെ പേര് പെട്ടെന്ന് മറന്നു, രാംകുമാർ പറഞ്ഞൊരു വാചകമുണ്ട്, നിങ്ങളുടെ ബൈറ്റ് കിടപ്പുണ്ട് അല്ലെ? എന്താ പറഞ്ഞേ? ആദ്യമായിട്ടാണ് രാംകുമാറാണ് ദിലീപിന്റെ ആദ്യത്തെ വക്കീല്. അജയകുമാർ ഇപ്പോഴത്തെ പബ്ലിക് പ്രോസിക്യൂട്ടറാ. രാംകുമാർ പറഞ്ഞൊരു വാചകമുണ്ട്. എന്തായിരുന്നു വാചകം? എന്റെ ജീവിതത്തിൽ അത്രയും സീനിയറായ ഒരു അഭിഭാഷകൻ പറയാണ്, അങ്കമാലി കോടതിയിൽ തിരിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ബൈറ്റ് കിടപ്പണം, നിങ്ങളുടെ ലൈബ്രറി നോക്കിയാൽ കിട്ടുമത്. എന്താ പറഞ്ഞറിയാവോ? എന്റെ ജീവിതത്തിൽ ആദ്യമാണ് ഒരു പ്രതിയെ പിടിച്ചിട്ട് അകത്തിട്ടിട്ട് തെളിവ് ശേഖരിക്കുന്നത്. അതായത് പ്രതി ഇന്നയാളായിരിക്കണം നേരത്തെ തീരുമാനിച്ചു. ഈ തലച്ചോറ് ആരുടെ? അത് മാർട്ടിൻ പറഞ്ഞിട്ടുണ്ട്. മാർട്ടിൻ പറഞ്ഞു ആദ്യകാലത്ത്. എന്ത് പറഞ്ഞു? പിന്നീട് മാർട്ടിന് ഇടി കിട്ടിക്കാണും, അല്ല ഹൂമ്പിന് ഇടി കിട്ടിക്കാണും. അപ്പോഴായിരിക്കും മാർട്ടിൻ പിന്നെ തിരിച്ചു പറഞ്ഞത്. ബിബിലാൽ എന്താ പറഞ്ഞ? ആദ്യം ദിലീപ് ഏട്ടനെ കൊടുക്കാൻ എന്നെ കൊണ്ട് കത്തെഴുതിച്ചാന്ന് ബിബിലാൽ പറഞ്ഞു. പിന്നെ അവൻ മാറ്റി പറഞ്ഞു. ബിബിലാൽ ആരാ? ഇവിടെ അടുത്തുള്ള, ഞങ്ങളുടെ അടുത്തുള്ള, എനിക്ക് ബിബിലാനെ അറിയാം. ഒരു തട്ടിപ്പ് കേസിൽ പുള്ളി പ്രതിയായി കിടന്ന അകത്ത്. ഇവരാരും ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് കിടന്നവരല്ലല്ലോ. അപ്പൊ അതിനുശേഷം മാർട്ടിൻ പറയുന്നുണ്ട് ഇത് ചെയ്ത ആരാന്ന്. മാർട്ടിൻ കൃത്യമായിട്ട് പറഞ്ഞു. ഒരു സംവിധായകൻ 2 നടിമാരൂടെ ചെയ്തത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു ചാനലിൽ കേൾപ്പിച്ചത്. അപ്പം ഇതൊന്നും ആർക്കും വേണ്ട. ദിലീപിനെ എങ്ങനെ പ്രതിയാക്കാൻ വേണ്ടി മാത്രമുള്ള ലക്ഷ്യത്തിലേക്ക് പോയപ്പം നിങ്ങൾ ചാനലുകളെല്ലാം കൂടെ ഇരുന്ന് ഒരു മാധ്യമ വിചാരണ നടത്തി. നിങ്ങളുടെ മാധ്യമ വിചാരണ എല്ലാം പൊളിഞ്ഞിട്ട് ഇവിടെ കോടതിയുടെ വിചാരണയാണ് ഈ രാജ്യത്തിന് ആവശ്യമെന്ന് ഇന്ന് തെളിഞ്ഞു. ഒരു സാധാരണക്കാരന്റെ വിശ്വാസം കോടതിയിലാണ്. ഒരു മാധ്യമ വിചാരണ ഉണ്ടായില്ല. ഇവിടെ കേരളത്തിലല്ല, രാജ്യത്തല്ല, ലോകത്ത് കേൾക്കാത്ത റേപ്പ് കൊട്ടേഷൻ കേസ് ഉണ്ടാവുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട നടൻ പ്രതി ചേർക്കപ്പെട്ടു. അയാൾ 8ാം പ്രതിയായി ഗൂഢാലോചന പോലീസ് പറഞ്ഞു, സമർപ്പിച്ചു. തെളിവുകൾ ഒരു കഥ ഉണ്ടാക്കില്ല. അത് കോടതിയിലെത്തി ഞാൻ പറഞ്ഞില്ലേ, ശിക്ഷാവിധി വരട്ടെ. ബൈജു കൊട്ടാരക്കര, ശരി, ആകാശദൂതനെ വെല്ലുന്ന വൈകാരിക കഥകളുമായി 2 ആഴ്ചയായിട്ട് നീണ്ട കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ശരി, ശ്രീ ബൈജു കൊട്ടാരക്കര, ശ്രീ ബൈജു കൊട്ടാരക്കര, ആ തെളിവുകൾ ശരി. ബൈജു കൊട്ടാരക്കര, ബാലേന്ദ്രകുമാർ വന്നു. ബാലേന്ദ്രകുമാർ ഈ പറയുന്ന രീതിയിൽ ആ വീട്ടിനകത്ത് ഈ ദൃശ്യങ്ങൾ ഇവർ കണ്ടത് ഞാൻ സാക്ഷിയാണെന്ന് ബാലേന്ദ്രകുമാർ പറഞ്ഞു. പോട്ടെ, ഈ പറയുന്ന സാംസങ്ങിന് ടാബ് അന്ന് ഹാജരാക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ് ബാലേന്ദ്രകുമാർ പറഞ്ഞ സാക്ഷിമൊഴികൾ, തെളിവുകൾ, വന്ന കൂമ്പാരക്കണക്കിന് തെളിവുകൾ കോടതിക്ക് ബോധ്യപ്പെടാതെ പോയത് എന്ന് ഈ ശിക്ഷാവിധിയുടെ വിധി പ്രസ്താവം അത് 12-ാം തീയതി അവരോടൊന്ന് കേൾക്കുന്നു. എന്താ മാത്രമേ മനസ്സിലാവും വരട്ടെ. പക്ഷേ ശ്രീ ബൈജു കൊട്ടാരക്കരായി 120B എന്ന് പറഞ്ഞ ഗൂഢാലോചന, ഈ ബാക്കി പറയുന്ന കോടതിക്കെതിരായ അവിശ്വാസം അതിജീവിതം രേഖപ്പെടുത്തിയത്, മെമ്മറി കാർഡിൽ ആരൊക്കെ എന്തൊക്കെയോ കാട്ടി എന്ന് പറഞ്ഞത് ഫാക്ട് ഫൈൻഡിങ്ങിൽ കണ്ടെത്തിയത്, ഫോറൻസിക്കിൽ കണ്ടെത്തിയത്, അത് പൂഴ്ത്തിവെക്കപ്പെട്ടത്, അതിൽ ആരും ശിക്ഷിക്കപ്പെടാത്ത പോലെയുള്ള ന്യൂനതകൾ അവിടെ നിൽക്കട്ടെ, അതൊക്കെ ഉണ്ട്. എങ്കിൽ പോലും 120B ഗൂഢാലോചന തെളിയിക്കൽ എത്രത്തോളം ദുഷ്കരമാണെന്ന് TP കേസിൽ മാത്രമല്ല ഇഷ്ടംപോലെ കേസുകളിൽ രാജ്യത്തെമ്പാടും നമ്മൾ കാണുന്നതാണ്.
ഇവിടെ എത്ര തെളിവുണ്ടെന്ന് പറഞ്ഞാലും കോടതിയിൽ അത് പരസ്പരം കണ്ണിപൊട്ടാതെ ലിങ്ക് ചെയ്യൽ വെല്ലുവിളിയാണ്. ഈ പോരായ്മ അവിടെയും പറ്റിയിട്ടുണ്ടാകുമോ? ശ്രീ ബൈജു കുട്ടറക്കൽ, എങ്ങനെയാണ് നമുക്ക് കണ്ണടച്ച് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റുക? ആഷ്മി, അത് തന്നെ ഞാൻ പറയട്ടെ, എനിക്കൊരു ശകലം സമയം തരണം. ഇത് ഇത്രയും നേരം തള്ളാൻ വേറൊരു പാർട്ടി ഇല്ലായിരുന്നു. ഇപ്പം ജയിലിൽ കിടന്നിട്ട് പോലീസുകാരനോട് 10 സെക്കൻഡ് 20 സെക്കൻഡ് എന്ന് പറയുന്നത് കൊണ്ട് പകരം സജീവന്തായിട്ടുണ്ട് തള്ളുകൾക്കും ഈ നുണകളും ഒക്കെ ഇങ്ങനെ പടച്ചു വിടാനായിട്ട്. അതായിക്കോട്ടെ. പക്ഷേ എനിക്കാകും പറയാനുള്ളത്, ദിലീപ് ഇന്ന് ഇറങ്ങിയ ഉടനെ ആദ്യം പറഞ്ഞത് സർവശക്തനായ ദൈവമാണ് എനിക്ക് ഈ വിധി നേടിത്തന്നതെന്ന് പറഞ്ഞു. അങ്ങനെ സർവശക്തനായ ഒരു ദൈവമാണ് ഈ വിധി നേടിക്കൊടുത്തുണ്ടെങ്കിൽ അങ്ങനെ ദുഷ്ടനായ ഒരു ദൈവത്തെ ആരാധിക്കാൻ മനുഷ്യരെ എന്തിനാണ് ഇത്ര മെനക്കെടുന്നത് എനിക്കറിയാൻ പാടില്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ജഡ്ജിയമ്മാവനാണ് ദിലീപിന് വിധി നേടിക്കൊടുത്തത്. ആ ജഡ്ജിയമ്മാവൻ എന്ന് പറഞ്ഞാൽ മുണ്ടക്കയത്തുള്ളൊരു അമ്പലമാണ്. ആ അമ്പലത്തിൽ എപ്പോഴും ഇടയ്ക്ക് പോയി ആ തൊഴുവാറൊക്കെ ഉണ്ട്, അവിടെ കൊണ്ടുപോയി പൂജയൊക്കെ നടത്താറുണ്ട് ദിലീപ്. അതുകൊണ്ട് ജഡ്ജിയമ്മാവൻ്റെ കരുണ കൊണ്ട് ദിലീപ് രക്ഷപ്പെട്ടു എന്ന് മാത്രം ആണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ പറയാൻ പറ്റുള്ളൂ. ഞാൻ പറയാൻ വരുന്ന ചില കാര്യങ്ങൾ ഈ സജീവതയായിട്ട് കുറേ പ്രസംഗിച്ചു വിടുന്നുണ്ട് ഇപ്പോൾ കുറേ നേരങ്ങളായിട്ട്. ഈ കേസിനകത്ത് 1 മുതൽ 6 വരെ പ്രതികളെ ശിക്ഷിച്ചു, ശരിയല്ലേ? കോൺസ്പെറൻസി ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. ആരാണ് കോൺസ്പെറൻസി ഉണ്ടാക്കിയത്? ആരാണെന്ന് പറയണം. ഇന്ന് രാവിലെ മുതൽ ഈ സജീവതയായിട്ട് ഉൾപ്പെടെയുള്ള ആളുകൾ, ദിലീപ് രാവിലെ തന്നെ മഞ്ജു വാര്യരിലങ്ങ് തുടങ്ങി. മഞ്ജുവിന്റെ ആ പ്രസ്താവന മുതലാണ്, മഞ്ജു പറഞ്ഞത് മുതലാണ് എന്നെ ക്രൂശിക്കാൻ നോക്കിയത്. ഒന്ന്, സജീവന്തായിട്ട് വന്നിട്ട് പറഞ്ഞു. അതിന്റെ കൂടെ പിന്നെ ഒരാളും കൂടെ ഉണ്ട്, ശ്രീകുമാർ മേനോനും കൂടെ ചേർത്തു മഞ്ജു വാര്യരിന്റെ കൂടെ. അതിനിടയ്ക്ക് ഒരു അഡ്വക്കേറ്റ് വന്നിട്ട് പിന്നെ എന്താണ് ഒരു പെരുമന, അയാൾ വന്നിട്ട് ആ അഡ്വക്കേറ്റ് ഒരു ചാനലിൽ പറയുന്നത് കേട്ടു, ഇത് പിന്നെ ബി സന്ധ്യ IPS ആണ് ഇതിന്റെ ഒരു പിന്നെ എന്താണ് കോൺഫറൻസിൽ കൂടെയുള്ള ആളെന്ന് പറയുന്നു. അപ്പൊ ഇവരുടെ ഉദ്ദേശം മനസ്സിലായില്ലേ? ഇനി ഒരു പ്രൊപ്പഗൻഡ ഉണ്ടാക്കുകയാണ്. 2-3 പേരെ പുറത്തു നിന്നുള്ള ആളുകളെ ഇവരെ എല്ലാം കൂടെ ചേർന്നാണ് ഗൂഢാലോചന ഉണ്ടാക്കിയതെന്നുള്ളൊരു പ്രൊപ്പഗൻഡ. അതിനിപ്പോ PR വർക്കുകളായിട്ട് പുറത്തു വരും. ഒന്നത്. 2, ഈ കോടതിയിലെ കാര്യങ്ങൾ ആശ്മി നേരത്തെ ചോദിച്ച പോലെ തന്നെ ഈ അതിജീവിത 4 പ്രാവശ്യമാണ് ഈ ജഡ്ജിനെ വിശ്വാസമില്ല എന്തോ കോടതിയിൽ പറഞ്ഞപ്പോ ഒന്ന് നോട്ട് ചെയ്യേണ്ട മാഡം എന്ന് ചോദിച്ചപ്പോ നിന്റെ സ്റ്റെനോ അല്ല ഞാൻ എന്നാണ് പറഞ്ഞതെന്നാണ് അതിജീവിത പറഞ്ഞത്. അങ്ങനെയുള്ള ആ അതിജീവിത 4 പ്രാവശ്യം സുപ്രീം കോടതി വരെ പോയി ഈ ജഡ്ജിനെ മാറ്റാൻ. എന്നിട്ട് എന്തുണ്ടായി? ഒന്നും ഉണ്ടായില്ലല്ലോ. എന്നിട്ട് അത് മാറിയതുമില്ല, മാറ്റിയതുമില്ല, അത് പോയി. അപ്പൊ അന്ന് മുതൽ തന്നെ ഇത് ചില സംശയങ്ങൾ ഉടലെടുത്തിരുന്നു എല്ലാവർക്കും. ഈ വിധിയുടെ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന അതിജീവിതയുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കും സജീവതയുടെ ഉൾപ്പെടെയുള്ള ആളുകൾക്കെല്ലാം ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി അന്ന് മുതലേ ചില ധാരണകളൊക്കെ ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ പിന്നെ ഇന്നലെ രാത്രി തന്നെ പടക്കമൊക്കെ മേടിച്ചു വെച്ച് ഇന്നലെ രാത്രി തന്നെ ലഡുവൊന്നും പിന്നെ അവിടെ ആലുവയിലും കോടതിയിൽ അവിടെയൊന്നും മേടിച്ച് വെക്കത്തില്ലല്ലോ. അതെന്തോ ആയിക്കോട്ടെ, ലഡു മേടിക്കുന്നു പടക്കം പൊട്ടിക്കുന്നു ഒക്കെ അവരുടെ കാര്യം. പക്ഷെ എന്താണെങ്കിലും ഈ കേസിനകത്ത് ഇതേപോലെയുള്ള നിരവധി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സജീവൻ തന്നെ നേരത്തെ സൂചിപ്പിച്ചു. ഈ ആദ്യത്തെ ഘട്ടത്തിലെ ആദ്യത്തെ ഘട്ട അന്വേഷണത്തിൽ ഞാൻ പറഞ്ഞത്, അത് യൂട്യൂബിലേക്ക് കിടപ്പുണ്ട്, ഞാൻ അതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്, ആ അന്വേഷണം അന്ന് അവസാനിക്കാറായ സമയത്ത് ഈ കോൺസ്പിറസി തെളിയിക്കാനുള്ള ചില രേഖകളുടെ അഭാവമുണ്ട്. അതുകൊണ്ട് ആ കേസിന്റെ ഗതി എന്താകും എന്നൊരു ചിന്ത അന്നുണ്ടായിരുന്നു. അത് സത്യം തന്നെയാണ്. അത് മാത്രമല്ല, 2 പ്രോസിക്യൂട്ടർമാർ പോരാ, ഈ ജഡ്ജിയാണെങ്കിൽ ഞങ്ങൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. ഇത് വെച്ച് പോയി. സജീവയുടെ ഞാൻ പറയട്ടെ, നിങ്ങളുടെ സമയം കഴിഞ്ഞു, ഞാൻ പറയട്ടെ. അതായത് 2 പ്രോസിക്യൂട്ടർമാർ, പബ്ലിക് പ്രോസിക്യൂട്ടർമാർ ഈ ജഡ്ജിയുടെ മുമ്പിൽ പിന്നെ വാദങ്ങൾ നിരത്താൻ ഞങ്ങളില്ല എന്നുള്ള നിലയിൽ ഇറങ്ങിപ്പോയി. അതിനെ ചോദ്യം ചെയ്യാൻ ആരും ഉണ്ടായില്ല. അതിനുശേഷമാണ് പിന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ ശ്രീ അജയകുമാർ വന്നത്, TV മിനിയൊക്കെ സഹായിക്കാനായിട്ട് പോയത്. അപ്പോ അങ്ങനെ ഒരു കേസ് കേട്ട അവിടെ ഈ FSL ലാബിലിരുന്ന 3 പിന്നെ മെമ്മറി കാർഡുകൾ അത് അവിടുന്ന് പിന്നെ ഇല്ലീഗലി ആക്സസ് ചെയ്തു എന്ന് പറഞ്ഞൊരു കേസുണ്ടായി. ഇത് ഇല്ലീഗലി ആക്സസ് ചെയ്തിട്ട് ഇതിനെക്കുറിച്ചൊരു അന്വേഷണമേ വേണ്ട എന്ന് പറഞ്ഞ് 8ാം പ്രതിയായ ദിലീപാണ് ഹർജി കൊടുത്തത്. അയാൾക്ക് എന്താണ് അവകാശം? 8ാം പ്രതിയായ ദിലീപിന് എന്താണ് അവകാശം? ഈ ഇല്ലീഗൽ ആക്സസ് കോടതിയിൽ നിന്നൊരു മെമ്മറി കാർഡ് പോയി അത് പിന്നെ കണ്ടെടുക്കണം എന്ന് പറഞ്ഞ് അതിജീവിത ഒരു പരാതി കൊടുത്തപ്പോ എന്താണ് അത് അന്വേഷിക്കേണ്ടെന്ന് പറയാനുള്ള കാരണം എന്താണ്? FSL ലാബിൽ നിന്ന് വന്ന റിപ്പോർട്ട് 1.5 വർഷം എന്തിനാണ് ഈ വിചാരണ കോടതിയിൽ പൂഴ്ത്തി വെച്ചിരുന്നത്? എന്നിട്ട് എന്തിനാണ് അവസാനം നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുത്തത്? ഇതൊക്കെ ആടിനെ പട്ടിയാക്കുന്ന രീതിയിലല്ലേ ശ്രീ ഹാഷ്മി? നമ്മളൊക്കെ ഈ കേരളത്തിൽ ജനിക്കുന്ന ആളുകളല്ലേ? നീതിപീഠത്തോട് നമുക്ക് എല്ലാവർക്കും വിശ്വാസമുണ്ട്, അതിന് യാതൊരു തർക്കവും ഇല്ല. നീതിപീഠത്തെ ആരും ഒന്നും പറയുന്നില്ല. ഇന്ന് ഉണ്ടായ വിധി പോലും ടെക്നിക്കലി അംഗീകരിക്കുന്നു. പക്ഷേ മനസാക്ഷിയുടെ കോടതിയിൽ അത് അംഗീകരിക്കാൻ പറ്റില്ല, ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. ആ പെൺകുട്ടിയുടെ വേദന, അതിന്റെ ആ പറയുന്ന മെമ്മറി
ശരി ആ വേദനയ്ക്കൊപ്പം നമ്മളെല്ലാവരും ആ വേദനയ്ക്കൊപ്പം തന്നെ അക്കാര്യം തർക്കമില്ല. പക്ഷെ ഞാൻ ചോദിച്ചത് താങ്കൾ ഈ പറയുന്ന ന്യൂനതകളായി തന്നെ നിൽക്കുമ്പോഴും ചോദ്യങ്ങളായി തന്നെ നിൽക്കുമ്പോഴും ശരി ഞാൻ മാത്രം അല്ലല്ല ആഷ്മി ഒരു പ്രശ്നം ഒറ്റ വരി ആഷ്മി ഇവിടെ ഒരു പ്രശ്നം അറിയാം. ചാനലിൽ മാത്രമേ തെളിവുള്ളൂ, കോടതി തെളിവില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ സമർപ്പിക്കപ്പെട്ട തെളിവുകൾ എന്തുകൊണ്ട് കോടതിക്ക് ബോധ്യമായില്ല എന്ന് വിധി പ്രസ്താവം വരുമ്പോൾ നമുക്ക് സംസാരിക്കാം. നമുക്ക് അന്ന് വീണ്ടും ഇരിക്കാം. കോടതിയിലെ തെളിവുകൾ എന്താ? ഇല്ല, നമുക്കന്ന് വീണ്ടും ഇരിക്കാം. നമുക്ക് തെളിവുള്ള മല പോലെ തെളിവുണ്ടായില്ലേ? തെളിവ് കൂമ്പാരം ഉണ്ടായില്ലേ? ആ തെളിവ് കൂമ്പാരങ്ങൾ കോടതിക്ക്, നമ്മൾ കോടതിയെ വിശ്വസിക്കുന്നു, നമ്മൾ കോടതിയെ ബഹുമാനിക്കുന്നു, ആ വിധിയെ ബഹുമാനിക്കുന്നു. ആ തെളിവ് കൂമ്പാരങ്ങൾ കോടതിക്ക് ബോധ്യപ്പെടുത്താനായില്ല. എന്തുകൊണ്ട് ബോധ്യപ്പെട്ടില്ല എന്ന് റീസണബിളായി വിധി പ്രസ്താവത്തിൽ ഉണ്ടാവണം. നമ്മൾ പ്രതീക്ഷിക്കാം. ഞാൻ അങ്ങനെ എത്താം. ശ്രീ പ്രശാന്ത് പത്മനാഭൻ ഇന്നിപ്പോ നമുക്ക് നോക്കാം. ശ്രീ പ്രശാന്ത് പത്മനാഭൻ ഇന്നിപ്പോ കുറേയധികം ഈ പറയുന്ന കുറെ സംഘ ഹാൻഡിലുകൾ വലിയ ആഘോഷം ഉണ്ടാക്കുന്നുണ്ട്. മറ്റു ചില നൂറുകണക്കിന് ഹാൻഡിലുകൾ ഏതെങ്കിലും രാഷ്ട്രീയമുള്ളവരല്ല, സാധാരണക്കാരാണ്, സ്ത്രീകളാണ്. ഇതല്ലാതെ മറ്റൊരു വിധി പ്രതീക്ഷിച്ചിരുന്നോ എന്ന മട്ടിൽ നമ്മൾ കണ്ടു. ശ്രീ പ്രശാന്ത് പത്മനാഭൻ, ജസ്റ്റിസ് ഷുഡ് നോട്ട് ഓൺലി ബി ഡൺ ബട്ട് ഷുഡ് മാനിഫെസ്റ്റ്ലി ആൻഡ് അൺഡൗട്ട്ഫുള്ളി സീൻ ടു ബി ഡൺ എന്ന ലോർഡ് ഹവാർഡ്സിന്റെ ഉദ്ധരണി നിയമപ്രമാണം പോലെ സ്വീകരിക്കപ്പെട്ടതാണ്. ബാക്കിയൊക്കെ പോട്ടെ, നീതി നടപ്പാക്കി എന്ന തോന്നൽ ഈ രാത്രി അങ്ങേക്കുണ്ടോ ശ്രീ പ്രശാന്ത് പത്മനാഭൻ? ഒട്ടുമില്ല. കാരണം നിയമരംഗത്തുള്ളവർ ഒരുപാട് പേര്, സാധാരണക്കാരായിട്ടുള്ളവർ, പിന്നെ സിനിമാ രംഗത്തുള്ള സ്ത്രീകൾ, ഈ കാര്യങ്ങൾ കേട്ടവരൊക്കെ ന്യായത്തിൻ്റെ പക്ഷത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നിയമപരമായിട്ട് തെളിവുകളുടെ അഭാവത്തിൽ ആണെങ്കിലും എന്താണ് റീസൺ എന്നുള്ളത് സെഷൻസ് കോടതിയുടെ ജഡ്ജ്മെൻറ്റ് റിലീസായിട്ടില്ല. പക്ഷേ ഈ അക്വിറ്റ് ചെയ്തത് വളരെ തെറ്റായ ഒരു നടപടിയായിപ്പോയി എന്നാണ് പ്രഥമ ദൃഷ്ട്യാ തോന്നുന്നത്. കാരണം തെളിവുകൾ ആവശ്യത്തിൽ അധികം, ഈ കോൺസ്പിറസി എന്ന് പറയുന്നത് ഡയറക്റ്റ് എവിഡൻസ് കിട്ടാൻ വലിയ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ എന്നിട്ട് കൂടി ഈ കേസിനകത്തെ സാഹചര്യം കൂടാതെ ഡോക്യുമെൻ്ററി എവിഡൻസ് ചില കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഈ നടി അവർ അതിജീവിതയെ ആക്രമിച്ച ആ ദിവസം തന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് എന്നോട് ഇത് ചെയ്യുന്നത്? നിങ്ങൾക്ക് അപ്പം പണത്തിന് വേണ്ടിയാണെങ്കിൽ ഞാൻ പണം തരാം എന്ന് ആ പാവം സ്ത്രീ പറയുമ്പോൾ, ഇല്ല ഞങ്ങൾക്കത് മേടിച്ചിട്ട് ഇത് ഒഴിവാക്കാൻ പറ്റില്ല, എനിക്കിത് ചെയ്തിട്ടേ പോകാൻ പറ്റൂ എന്ന് ഈ പൾസർ സുനി പറയുകയാണ്, അക്യൂസ്ഡ് 1. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഒരു ഗൂഢാലോചന ഉണ്ടെന്നുള്ളത് വ്യക്തമാണ്. ഈ കാര്യങ്ങൾ അതിജീവിത കോടതിയിൽ വന്ന് മൊഴിയായിട്ട് പറയുമ്പോൾ അവരെ അവിശ്വസിക്കുകയാണോ കോടതി ചെയ്യുന്നത്? കോടതി അവരെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ഈ വിധി പറയാൻ കഴിഞ്ഞത്? ഇത് കുറ്റം നടന്നിട്ടുണ്ടെന്നും കുറ്റത്തിൽ പങ്കെടുത്തവരെ ശിക്ഷിച്ചുകൊണ്ടുള്ള ഒരു വിധി എഴുതാൻ കഴിഞ്ഞല്ലോ. അങ്ങനെ എഴുതാൻ കഴിയുമ്പോൾ ഇത് ഒരു സാധാരണ റേപ്പ് അല്ല, ഇത് ഒരു പണിഷ്മെൻ്റ് എന്നുള്ള രീതിയിൽ, ഒരു റിവെഞ്ച് എന്നുള്ള രീതിയിൽ ഒരു റേപ്പ് നടക്കാറുണ്ട്. ഈ വാർ ക്രൈംസ് ഒക്കെ നടക്കുമ്പോൾ സാധാരണഗതി നടക്കാറുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ടോർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് റേപ്പ് ചെയ്യുന്നു. അങ്ങനെ ചെയ്തതാണെന്നും റേപ്പ് ചെയ്യുന്നത് റെക്കോർഡ് ചെയ്തിട്ട് ആ റെക്കോർഡ് ചെയ്ത ഇത് 8ാം നമ്പർ പ്രതിക്ക് അയച്ചു കൊടുക്കുന്നു എന്നുള്ളതാണല്ലോ കേസ്. ഈ കേസിനകത്ത് നടിയുടെ മൊഴിയെ അവിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാഥമികമായിട്ടുള്ളത്. കാരണം സുപ്രീം കോടതിയുടെ വിധികളുണ്ട്. ഇതിനകത്ത് എത്ര നമ്പർ ആളുകൾ വന്നു എന്നുള്ളതല്ല, തെളിവ് കൊടുക്കാൻ എത്ര പേര് വന്നു എന്നുള്ളതിനേക്കാൾ പ്രാധാന്യം ആ തെളിവിൻ്റെ ബലമാണ്. അതിൽ സർവൈവറായിട്ടുള്ള ആൾ വന്നിട്ട് പറയുകയാണ്, എനിക്കിങ്ങനെയൊരു ബുദ്ധിമുട്ടുണ്ടായി, ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി എന്ന് അവർ വന്ന് പറയുമ്പോൾ ആ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് അതിനെ ഉൾക്കൊള്ളാൻ കഴിയണ്ടേ? അവിടെ ഇരിക്കുന്ന ജഡ്ജിക്ക് അത് ഉൾക്കൊള്ളാനും അത് സെൻസിറ്റീവായിട്ട് അതിനെ ആ രീതിയിൽ എടുക്കാനും ഇതിൻ്റെ ഗൂഢാലോചനയ്ക്ക് പിന്നിലുള്ളത് ആരാണ് എന്ന് കണ്ടെത്താനുമുള്ള ഒരു ബാധ്യതയുണ്ട്. അവിടെ അത് പരാജയപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്, ഇവിടെ എന്ത് എവിഡൻസിൻ്റെ കുറവാണ് ഉണ്ടായിരുന്നത്? ഡോക്യുമെൻ്ററി എവിഡൻസ് എന്ന് പറയുന്നത് മൊബൈലിൽ നിന്ന് ഫോണുകൾ വരുന്നത് ഈ പൾസർ സുനി ആദ്യം വിളിക്കുന്ന നാദിർഷായെയും അപ്പുണ്ണിയാണ്. നാദിർഷ എന്ന് പറയുന്നത് ദിലീപിൻ്റെ ഡ്രൈവർ, അപ്പുണ്ണി എന്ന് പറയുന്നത് ഫ്രണ്ട്. അത് ഒന്നാമത്തേത്. പിന്നെ അക്യൂസ് നമ്പർ 10 ആയിട്ടുള്ള ആൾ, അദ്ദേഹം മാപ്പ് സാക്ഷിയായിട്ടുള്ള ആളുകൾ ഈ അയാളുടെ മൊബൈലിൽ നിന്ന് കള്ളമായിട്ട് തെളിവുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്തു എന്ന് പറയുന്നു. ഈ കാര്യങ്ങളെല്ലാം കോടതിയുടെ സമക്ഷം വന്നിട്ട് എങ്ങനെയാണ് കോടതി ഈ തെളിവുകളെ അവഗണിച്ചത്, അല്ലെങ്കിൽ തെളിവുകൾ ഉണ്ടായിട്ടും അത് പരിഗണിക്കാതിരുന്നത് എന്നുള്ളത് ആ വിധിന്യായം കണ്ടാലേ അറിയാൻ പറ്റൂ. പക്ഷേ ഇപ്പോഴത് കണ്ടിട്ട് ഇങ്ങനെ ഇത്രയധികം തെളിവുകൾ ഉണ്ടായിട്ട്, ഒന്നാമത് ഓറൽ എവിഡൻസ് ഉണ്ട്, വിക്ടിമിൻ്റെ സർവൈവർ ഇവർ എക്സ്പെക്റ്റ് ചെയ്യാതിരുന്നൊരു കാര്യം, ഇത് ഗൂഢാലോചന നടത്തിയവർ ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്നൊരു കാര്യം, ഇത്ര ധൈര്യമായിട്ട് ശക്തമായിട്ട് ആ സ്ത്രീ മുന്നോട്ട് വരുമെന്നും സ്വന്തം ഐഡൻറ്റിറ്റി റിവീൽ ചെയ്തുകൊണ്ട്
സ്വയം മുന്നോട്ട് വന്നിട്ട് എനിക്കിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് പറയാനും വിളിച്ചു പറയാനും ധൈര്യം കാണിച്ചു. അപ്പോൾ നേരത്തെ WCC മെമ്പർ പറഞ്ഞത് ആ ഒരു വ്യൂവിനോട് ഞാനൊരു പോസിറ്റീവായിട്ട് പ്രതികരിക്കാൻ ശ്രമിക്കുക. അതായത് ശുഭാപ്തി വിശ്വാസം വേണം. നമുക്കിത് അവസാനത്തെ കോടതിയല്ല. ഈ തെളിവുകളൊന്നും അവഗണിച്ചുകൊണ്ട് ഒരു വിധി എഴുതി കഴിഞ്ഞാൽ അത് പെർവേഴ്സ് ആയിട്ടുള്ള ജഡ്ജ്മെൻ്റ് എന്നേ പറയാൻ പറ്റൂ. സുപ്രീം കോടതി വിധികളുണ്ട്, ഇൻ്റർനാഷണൽ കൺവെൻഷൻസ് ഉണ്ട്, സെൻസിറ്റീവായിട്ട് എടുക്കണം. റേപ്പ് കേസുകളിൽ ആ വിക്ടിമിന് ഒരു സുരക്ഷ തോന്നണം. ഈ ക്രോസ് വിസ്താരം നടത്തേണ്ടത് അത് എപ്പോഴും അക്യൂസിന് മാത്രം ഗുണം കിട്ടുന്ന രീതിയിലല്ല. ഇങ്ങനെയുള്ള കേസുകളിൽ വളരെ വലിയൊരു പീഡനം അനുഭവിച്ച ഒരു സ്ത്രീ അവിടെ ബുദ്ധിമുട്ടി വന്ന് നിൽക്കുമ്പോൾ ഇൻ ക്യാമറ പ്രൊസീഡിംഗ് എന്ന് പറയുമ്പോൾ അവിടെ പലരെയും ആ കോടതിയിൽ കൂടി നിൽക്കാൻ അനുവദിക്കുകയും ആ വിചാരണ നടത്തുന്ന രീതിയിൽ അവർ വീണ്ടും അതിൽ ടോർച്ചർ ചെയ്യപ്പെടുക പോലെ തോന്നുകയാണെന്ന് വിചാരിക്കുക. ഇതാരാ പറയുന്നത്? ഈ പറയുന്നത് ഇത് നേരിട്ട് ആ സ്ത്രീ തന്നെയാണ് പറയുന്നത്. അതിജീവിത തന്നെ പറയുകയാണ്. അവർ TV-യിൽ വന്നിരുന്ന ബർഖാദത്തിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, അതിൽ പറയുന്നുണ്ട്. ഇവിടെ ഈ ഓരോ സന്ദർഭങ്ങളിൽ കോടതിയിൽ പിന്നെ താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഹയർ കോടതികളിലേക്ക് പോവുകയാണ്. എനിക്ക് കോടതിയിൽ നിന്നുള്ള വേണ്ട ഒരു പരിഗണന കിട്ടുന്നില്ലെന്ന് പറയുകയാണ്. ഇതൊക്കെ സത്യമല്ലേ? ഈ കാര്യങ്ങൾ കൊണ്ടാണ് പറയുന്നത് ഈ കോടതി വിധി പെർവേഴ്സ് ആണെന്ന്. അപ്പോൾ ഇപ്പോഴത്തന്നെ പറയേണ്ടി വരും. കാരണം വിധി ന്യായങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും ഉള്ള തെളിവുകൾ എങ്ങനെയാണ് ഈ തെളിവുകൾ അവഗണിക്കാൻ കഴിയുന്നത്? തെളിവുകൾ കോടതിയുടെ സമക്ഷം വന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഒരു പരിഗണന കൊടുക്കാതെ ഈ തെളിവുകളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഈ മുമ്പിൽ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് നിന്നവർ മാത്രം ഇതിൽ മനസ്സിലാക്കേണ്ട അക്യൂസ് നമ്പർ 2 to 6 അവർക്ക് ഇവരെ നേരത്തെ പരിചയം പോലും ഇല്ല, പരിചയമില്ല, ആദ്യമായിട്ട് കാണുകയാണ് ഈ സ്ത്രീയെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ വെറുതെ വന്നിട്ട് റേപ്പ് ചെയ്യുകയാണോ? അത് ഗൂഢാലോചന ഉണ്ട്, അതിനകത്ത് കൃത്യമായിട്ടുള്ള ഗൂഢാലോചന ഉണ്ടെന്നും അതിൻ്റെ പിന്നിലൊരു പദ്ധതി ഉണ്ടെന്നും ഉള്ളത് എവിഡൻ്റ് അല്ലേ? ആ കാര്യങ്ങളൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് അതിനെ ഒന്നും കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ടാണ് വിധി വന്നിരിക്കുന്നതെങ്കിൽ അത് എത്ര തന്നെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ള എവിഡൻഷ്യറി വാല്യൂ എടുക്കാതെയാണെങ്കിൽ ഹയർ കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ റിവേഴ്സ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മൾ ഇപ്പം ഇന്ത്യയിലെ ഒരു ഇതനുസരിച്ചിട്ട് ഈ നമ്മൾ വിധി ന്യായത്തെ ക്രിട്ടിസൈസ് ചെയ്യാം, പക്ഷേ എഴുതിയ ജഡ്ജിയെ പറ്റി ഒന്നും പേഴ്സണലായിട്ട് പറയാൻ പാടില്ല. അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കുക. താങ്കൾ നേരത്തെ പറഞ്ഞപ്പോഴും എനിക്ക് രാം ജഠ്മലാനിയുടെ ഒരു പുസ്തകത്തിൻ്റെ ടൈറ്റിലാണ് ഓർമ്മ വന്നത്, ബിഗ് ഈഗോസ് സ്മോൾ മെൻ. അപ്പോൾ സ്മോൾ വിമൻ എന്ന് പറയാം. ആ സ്ഥാനത്തിരിക്കുന്നവർക്ക് എന്തോ താൻ വലിയൊരു ആളാണെന്ന് തോന്നല്, കണ്ടംപ്റ്റൊക്കെ ഉപയോഗിക്കാൻ അറിയാം. ജഡ്ജ്മെന്റ് എഴുതാൻ അറിയാമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ആ ജഡ്ജ്മെന്റ് കാണുമ്പോൾ അറിയാം. പക്ഷെ കണ്ടംപ്റ്റ് പവറൊക്കെ നമ്മളിപ്പോഴും കോടതിയെ വിശ്വസിക്കുന്നു, ന്യായാധിപയെ വിശ്വസിക്കുന്നു. കാര്യം നമുക്ക് ആത്യന്തികമായി അതാണ് നമ്മൾ പഠിച്ചത്, ന്യായാസനത്തെ വിശ്വസിക്കാനാണ്. അതിൽ അങ്ങനെ തന്നെ വരട്ടെ, വിധി ന്യായം വരട്ടെ, മേൽക്കോടതിയിലേക്ക് പോട്ടെ. മേൽക്കോടതിയിൽ ഉണ്ടല്ലോ, കോടതിയാണല്ലോ. ദീദി, ഇവിടെ ഇപ്പോഴും ചോദ്യങ്ങളാണ്. ഇവിടെ ശരി, ദിലീപ് എന്ന് പറഞ്ഞ 8ാം പ്രതിക്ക് ബി രാംപിള്ള പോലെയുള്ള ഒരു വലിയ വക്കീലിന് കൊടുക്കാനുള്ള കോടികൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് എന്ന കാര്യം ആർക്കും തർക്കമില്ല. പക്ഷേ ഇതിലെ പൾസർ സുനി എന്ന് പറഞ്ഞ 1ാം പ്രതി, ഒരു ദിവസക്കൂലിക്കാരനായ ഒരു സാധാരണ ഡ്രൈവർ, അയാൾ ഹൈക്കോടതിയിലേക്ക് 10 തവണ എന്താണ് ജാമ്യാപേക്ഷ പോയത്. കോടതി തന്നെ ചോദിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇയാളുടെ ഈ പണം ഇവിടുന്ന് എവിടുന്നാണ് ചോദിക്കുന്നുണ്ട്. ജാമ്യം കിട്ടി ഇറങ്ങി പിന്നെ വൻ മോഡലിംഗ് ആയിരുന്നു. ഈ പറയുന്ന രീതിയിൽ എന്താണ് ഇതൊക്കെ പിടിച്ച് നോക്കിയാൽ മതി. വൻ മോഡലിങ്ങിൻ്റെ ഒരുപാട് ചിത്രങ്ങൾ. അയാൾ കൊച്ചിയിൽ വന്നു പോകുന്നതോ ആഡംബര വാഹനങ്ങൾ. ഇയാളുടെ പണം എവിടെയാണ് എന്ന ചോദ്യത്തിന് ഉത്തരം വേണം. ദീദി, ശരി, ഇനി പറയുന്നത് പോലെ അതിൻ്റെ മുഖ്യ ഗൂഢാലോചന ദിലീപല്ല, ഓക്കെ. പക്ഷേ ഇതുപോലെ ഈ നടിയുമായിട്ട് ഒരു വൈരാഗ്യവും ഇല്ലാത്ത ഒരു ദിവസക്കൂലിക്കാരനായ ഡ്രൈവർ, കൂടെ 5 പേർ ഒരു മുഖ്യധാരാ നടിയെ റേപ്പ് ചെയ്ത് ആ ബലാത്സംഗം ഈ പറയുന്ന വിഷ്വലിൽ ചിത്രീകരിച്ച് ഗൂഢകേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചത് ആർക്കു വേണ്ടിയാണ് എന്നൊരു ചോദ്യമുണ്ടല്ലോ. ആ ചോദ്യത്തിന് മറുപടി വേണ്ടേ ദീദി? കോടതിയെ സംബന്ധിച്ച് ആ പറഞ്ഞ ആള് 8ാമത്തെ പ്രതി അല്ല എന്ന് മാത്രമേ ഉത്തരം പറയേണ്ടതുള്ളൂ. അതാരാണ് എന്ന് കോടതിക്ക് തെളിയിക്കേണ്ട കാര്യമില്ല. ഈ പറഞ്ഞ കുറ്റാരോപിതനായ ആളല്ല എന്ന് പറഞ്ഞാൽ കോടതിയുടെ പണി അവിടെ കഴിഞ്ഞു. പക്ഷേ ആ പരാതി പറഞ്ഞ് അവരുടെ കൂടെ ആ യാത്രയിൽ ഇപ്പോൾ ഇവിടെ കൂടിയിട്ടുള്ള പാനലിസ്റ്റ്, പ്രത്യേകിച്ച് ശ്രീ സജി നന്ദ്യാട്ടിനെ ഞാനൊന്ന് അവരോടൊപ്പം ട്രാവൽ ചെയ്യാൻ ക്ഷണിക്കുകയാണ്. എന്താണ് ഒരു സ്ത്രീ ഒരു പരാതിയുമായിട്ട് കോടതിയെ സമീപിച്ചപ്പോൾ അവർക്ക് അനുഭവിക്കേണ്ടി വന്നത്? അവരുടെ സംഘടനയിൽ എത്ര പേര് അവരോടൊപ്പം ഉണ്ട് എന്നവർക്ക് തോന്നി? അവർക്ക് എന്തുകൊണ്ടാണ് അവർ ജോലി തുടങ്ങിയപ്പോൾ മുതൽ ഭാഗമായിട്ടുള്ള ഒരു സംഘടനയിൽ നിന്നും അവർക്കുണ്ടായ തിരിച്ചടി എന്താണ്? എവിടെയാണ് അവരെ ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുണ്ടായത്? ഈ വിചാരണയ്ക്കിടയിൽ ആ കുട്ടി എനിക്ക് അയച്ച വോയിസ് നോട്ടുകൾ എൻ്റെ ഫോണിൽ കിടക്കുന്നുണ്ട്. എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ആ വിചാരണ ദിവസങ്ങളിൽ അവരവിടെ നിന്നത് എന്നതിന് ഇതിൻ്റെ അപ്പുറത്ത് ഒരു തെളിവ് വേണ്ട.
നമ്മൾ നീതി തേടിയിട്ട് പോകുന്നത് ഏറ്റവും ട്രൊമാറ്റിക് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നീതി തേടി പോകുന്ന ആ സ്ഥലത്ത് ആ പ്ലാറ്റ്ഫോം പോലും എങ്ങനെയാണ് അവരുടെ അടുത്ത് പെരുമാറിയതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. സിനിമയിലെ പ്രബലരായിട്ടുള്ള ആൾക്കാർ മുഴുവനും വലിയ സ്റ്റേറ്റ്മെൻറ്റുകളാണ്, ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റാണ്. കുറ്റാരോപിതനായ ആളോടൊപ്പം നിൽക്കുന്നു, പരസ്യമായിട്ട് വേദികൾ പങ്കിടുന്നു എന്നൊക്കെ പറയുന്നതിൽ കുറ്റമുണ്ട് എന്നല്ല. പക്ഷേ ആ അതിജീവിതയ്ക്ക് അത് കൊടുക്കുന്ന എങ്ങനെയാണ് ആ മൊറൽ തകർക്കുന്നത് എന്ന് അറിയാൻ നമുക്കിതിൽ കൂടുതലൊന്നും വേണ്ട. നേരത്തെ ഞാൻ ഐസ്ക്രീം പാർലർ കേസുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തി പറയാൻ കാരണം അത്രയ്ക്കുണ്ട് സമാനതകൾ. എന്തുകൊണ്ടാണ് ഇതേ പാറ്റേൺ ആവർത്തിക്കുന്നത് എന്നതിലാണ് ഏറ്റവും വിഷമം. അതിലും ഇതേപോലെയാണ് ഗൂഢാലോചന നടത്തുന്നത് അജിതയ്ക്കയുടെ താല്പര്യത്തിന് പരാതിക്കാരികളെ കൊണ്ടുവരുന്നു, ഇതേപോലെ ലഡു വിതരണം നടത്തുന്നു. ഇത് മുഴുവൻ അത് കഴിഞ്ഞിട്ട് കേരളം എന്താണ് അദ്ദേഹത്തിനോട് ചെയ്തത്? റെക്കോർഡ് വിജയമായിരുന്നു അടുത്ത ഇലക്ഷനിൽ. അതാണ് ഇപ്പം മനസാക്ഷിയുടെ കോടതി എന്നൊക്കെ പറയുന്നത് കേട്ടു. അതിനൊന്നും നമ്മളുടെ മുമ്പിൽ തെളിവില്ല. ഇവിടെ സ്ത്രീകൾ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും പരാതിക്കാരിക്ക് മാതൃകാപരമായിട്ട് അവർ പറഞ്ഞ് അതിൽ ശിക്ഷിക്കപ്പെടേണ്ട ആൾക്കാർ ശിക്ഷിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇതിൽ വീക്ക്ലിങ്സ് ഉണ്ടല്ലോ, ആ വീക്ക്ലിങ്സിനെയാണ് ഇതിന് മുമ്പെയുള്ള കേസുകളിലൊക്കെ ശിക്ഷിക്കപ്പെട്ടത്. ഒരു പരാതിയിൽ 2 പേരുടെ പേര് ഒരുമിച്ച് പറയുമ്പം അതിൽ ഡ്രൈവറിൻ്റെ പേരിൽ മാത്രം നടപടിയെടുക്കുകയും അതേ മൊഴിയിലുള്ള ഈ നേരത്തെ പറഞ്ഞ പോലെ പ്രബലരായവരുടെ ഒന്നും പേരിൽ നടപടികളില്ലാതിരിക്കുകയും തെളിവുകൾ തെളിവ് എന്ന മട്ടിൽ ഓരോ തവണയും ഇതൊക്കെ മുന്നിൽ നിന്നും എടുത്തു മാറ്റുകയും ചെയ്യുന്ന ആ ടെക്നീക്ക് ഉണ്ടല്ലോ, അത് ഒരു പാറ്റേൺ ആണ്. അത് ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഇതിൻ്റെ സാങ്കേതികതയിലേക്ക് കടക്കാൻ എനിക്ക് അതിനുള്ള ജ്ഞാനമില്ല. പക്ഷെ 12-ാം തീയതി ഇത് അവർ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സൂക്ഷ്മ വായന നടത്തേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. കാരണം മിനി ഈ വിചാരണ സമയങ്ങളിൽ മിക്ക ദിവസവും രാത്രികളിൽ വിളിച്ച് മിനി പറയാറുള്ള കാര്യങ്ങൾ വെച്ച് ഞാൻ ഒരു സാമാന്യ ബുദ്ധി വെച്ചിട്ട് അത്രയൊക്കെ തെളിവുകൾ മതി എന്നാണ് ഞാൻ ധരിച്ചു വെച്ചിരുന്നത്. പോരാ എന്ന് കോടതിക്ക് തോന്നിയത് എന്തുകൊണ്ടാണ് എന്ന് അന്വേഷിക്കാൻ ദീദിക്ക് ഞാൻ ദീദി എന്ന പേര് വിളിക്കുന്നത് ഏതെങ്കിലും ബഹുമാനക്കുറവാണോ കരുതല്ലേ? ദീദി എന്ന പേരിൽ തന്നെ ബഹുമാനമുള്ളതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. ദീദിക്ക് ഈ കേസിൽ 1 മുതൽ 10 വരെയുള്ള പ്രതികൾ ശിക്ഷിക്കപ്പെടും എന്ന ഉറപ്പുണ്ടായിരുന്നോ? ഒരിക്കലുമില്ല. ഞാൻ അത് ആവർത്തിച്ച് അതിജീവിതയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് തയ്യാറായിരിക്കണം. ഈ പറഞ്ഞ തോൽവി അതെന്തായാലും ഉണ്ടാവും. കാരണം ഇതിൽ കൂടുതൽ തെളിവുകളുള്ള കേസുകളുടെ ഭാഗമായിട്ടുണ്ട്. ഞാനതിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇത് നിർബന്ധമായിട്ടും ഈ പറഞ്ഞ അനിവാര്യമായിട്ടുള്ള തോൽവി ഉണ്ടല്ലോ, അതിന് തയ്യാറായിരിക്കണം എന്ന് ഞാൻ ത്രൂ ഔട്ട് എപ്പോഴും മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ ഇത് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന് എനിക്ക് കിട്ടിയ മറുപടി അതുപോലെ അല്ല ഇത്. ഈ കേസിന് വ്യത്യാസമുണ്ട്, ഈ കേസിൽ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് തിരിച്ച് അവൾ എനിക്ക് കോൺഫിഡൻസ് തന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ ക്യൂ ലിസ്റ്റിൽ ഒന്നുകൂടെ ഇനിയും നീതി തേടി ഇതിനും മേലെയുള്ള കോടതിയിൽ നിന്ന് എന്തോ കിട്ടാനുണ്ട് എന്ന മട്ടിൽ ഇനിയുള്ള ശിഷ്ട ആയുസിൻ്റെ ബാക്കി വർഷങ്ങൾ കൂടി ഇനിയും പോരാടി മുന്നോട്ട് പോകാം എന്നാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ മെസ്സേജ് എന്താണ് മെസ്സേജ്? ഈ വിധി പ്രസ്താവനയോടുകൂടി കേരളത്തിലെ ഒരു സ്ത്രീ ആക്രമിക്കപ്പെടുമ്പം അവൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇനി അവൾ കോടതിയിൽ പോകണം എന്നാണോ? പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്യണം എന്നാണോ? അതൊരിക്കലും പറ്റില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ വിധിയോടുകൂടി ഇവിടുത്തെ മലയാളികളായിട്ടുള്ള സ്ത്രീകൾക്ക് മനസ്സിലാക്കേണ്ടത് എന്നാണ് എനിക്ക് യാഥാർത്ഥ്യം അതും തോന്നാമെങ്കിൽ. പക്ഷെ നമ്മൾ അങ്ങനെ പറഞ്ഞാൽ അത് ഒരുപാട് പേരുടെ പ്രതീക്ഷകളെ അല്ലെങ്കിൽ മുന്നോട്ടുള്ള കുതിപ്പിനെ അല്ലെങ്കിൽ മുന്നോട്ട് നിവർന്നു നിൽക്കാനുള്ള ധൈര്യത്തെ ഒക്കെ ചോർത്തിക്കളയില്ല. എനിക്കറിയില്ല, ഞാൻ അങ്ങനെയൊക്കെ എത്താം. അതറിയാനിട്ടല്ല ഹാഷ്മി, ഏറ്റവും സിനിക്കലായിട്ട് തോന്നിപ്പോകുന്ന ഒരു നിമിഷത്തിൽ നിന്നിട്ടാണ് ഇത് പറയുന്നത്. സജീവ്, എന്താ താങ്കൾ ഒരു ഗൂഢാലോചനയ്ക്കുള്ള തെളിവെന്ന മട്ടിൽ മറ്റൊരു ചാനൽ പറയുന്നത് കേട്ടു, താങ്കൾ ചർച്ചകൾ പങ്കെടുക്കാതിരിക്കാൻ കേരള പോലീസ് പണം വാഗ്ദാനം ചെയ്യുന്നു. ഒരു ആവശ്യത്തിൽ പറഞ്ഞാണോ, അതിന്റെ പ്രത്യേകത മനസ്സിലാക്കാതെ പറഞ്ഞാണോ, അതോ അങ്ങനെ ഉണ്ടായോ സജി? അത് കേരള പോലീസ് ആണെന്നറിയില്ല. എന്തായാലും പോലീസുകാരാണ് എന്നോട് പറഞ്ഞത്. അത് ഞാൻ നാളെ വേണേൽ പരാതി കൊടുക്കാൻ തയ്യാറാ. പോലീസ് ഒന്ന് അതേക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാ. ഇനി അത് പരാതി കൊടുത്തിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ദിലീപിന് അനുകൂലമായിട്ടുള്ളവർക്ക് പരാതി ആരെടുക്കാനാ? ചുമ്മാറ പറയാറില്ല. അല്ല, ചർച്ചയിൽ പങ്കെടുക്കാതിരിക്കാൻ കേരള പോലീസ് 5 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു. താങ്കളെ പോലെ കോടീശ്വരൻ 5 ലക്ഷം രൂപ എന്ത് കാര്യം സജി? അത് അങ്ങനെയൊക്കെ ആയാലും വാഗ്ദാനം ചെയ്തു. താങ്കൾക്കൊക്കെ വിലയിടണമെങ്കിൽ ചുരുങ്ങിയത് 1 കോടി വിലയിടില്ലേ?
അത് കേരള പോലീസാണോ ഇനി മറ്റവർ വിട്ടവരാണോ അറിയാൻ പറ്റില്ലല്ലോ. ഡ്രസ്സിലല്ലല്ലോ വരുന്നത്, അപ്പൊ നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ എന്ത് പേരാണ് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അതൊക്കെ പറയാനാണെങ്കിൽ ചാനലിൽ 10 ദിവസം വേണ്ടി വരും. ആഷ്മി എന്ത് പേരാ പറഞ്ഞേ? അല്ല അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് കേട്ടില്ലേ? പേരൊന്നും അല്ല അവര് പോലീസിൽ നിന്നാണെന്നാ പറഞ്ഞേ, പോലീസിൽ നിന്നാണെന്നാ എന്നോട് പറഞ്ഞ ചേംബറിൽ. എന്തോ ഏത് പേരൊന്നും പറഞ്ഞില്ല. പേരൊക്കെ ഓർമ്മയുണ്ടോ? വന്നവരുടെ പേരോ വല്ല ഓർമ്മയുണ്ടോ? ഇല്ല, 2018 ദിലീപ് പിന്നെ ജയിലിൽ കിടക്കുന്ന സമയത്താണ്. അത് എൻ്റെ ഒരു ബന്ധു, അകന്ന ബന്ധുവായ ഒരു പോലീസ് DYSP മുഖേനയാണ് അവരെൻ്റെ അടുത്ത് വന്നത്. അദ്ദേഹത്തിന് ഇത് അറിയുമെന്ന് അറിയില്ല, എന്നോട് കാണണമെന്ന് പറഞ്ഞു. ഞാൻ ചെന്നു. എൻ്റെ കൂടെ റോയി മാമൻ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. ആ ആള് അബാദ് പ്ലാസയുടെ താഴെ ആഷിഫിക്ക് അറിയാലോ, ഒരു ക്ലാസ് ഇട്ട ഒരു റെസ്റ്റോറൻറ്റ്. അവിടെ വെച്ച് എന്നോട് പറഞ്ഞു ചാനലിൽ നിന്ന് ചർച്ചയിൽ നിന്ന് പിന്മാറണം, എന്തറിഞ്ഞിട്ടാ ചർച്ചയിൽ പോകുന്നതൊക്കെ എന്നോട് ചോദിച്ചു. ഉള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം എൻ്റെ ബന്ധു കൂടി ഉണ്ടല്ലോ. അല്ല, താങ്കളുടെ ബന്ധു DYSP വിളിച്ചു പറഞ്ഞിട്ട് വരുമ്പോൾ കേരള പോലീസിലെ ആൾക്കാർ തന്നെ ആവില്ലേ സജി? അങ്ങനെ താങ്കളുടെ ബന്ധു DYSP വിളിച്ചു പറഞ്ഞു വരുമ്പോൾ അദ്ദേഹത്തിന് അറിയാത്ത പോലീസുകാരുണ്ടോ? സ്വാഭാവികമായിട്ടും. ആ പേര് പറയൂ, ആരാണ്? അദ്ദേഹത്തിന് അറിയാമായിരിക്കും, അദ്ദേഹത്തിന് വന്ന ആൾക്കാർ ചിലപ്പോൾ അറിയാമായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് ഈ പൈസ ഓഫർ ചെയ്ത കാര്യമോ, എന്നോട് തിരിച്ച് പൈസ 3 കോടി രൂപ ഈ പറഞ്ഞിരിക്കുന്ന കാവ്യ മാധവൻ നിന്ന് വാങ്ങിച്ചു കൊടുക്കേണ്ട കാര്യം, ഇതേക്കുറിച്ച് പരാമർശം ഉണ്ടെന്നില്ല. അദ്ദേഹം ഒരു നല്ല ഓഫീസറാണെന്നാണ് ഇതുവരെയുള്ള എൻ്റെ അകന്ന ബന്ധുവാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, നമുക്കിപ്പോൾ കാര്യത്തിലേക്ക് വരാം. അത് വരട്ടെ, നാളെ വരട്ടെ, നമുക്ക് പറയാമല്ലോ. നമ്മളൊക്കെ പറഞ്ഞ് ആര് കേൾക്കാനാ? ഇവിടെ ദിലീപിനെതിരായി പറയുന്നവരെ മാത്രമല്ലേ ഇവിടെ സ്വീകരിക്കത്തുള്ളൂ. ഇവിടെ ഒരു പ്രശ്നം, ഇവിടെ ഒരു വക്കീൽ അദ്ദേഹം പറയുകയാണ്, കോടതിയിൽ തെളിവുകൾ ഉണ്ടായിട്ട് എന്താണ് ശിക്ഷിക്കാനെന്ന് അറിയില്ലെന്ന്. ഇദ്ദേഹത്തോട് ഒരൊറ്റ ചോദ്യം, കോടതിയിൽ കൊടുത്ത തെളിവ് താങ്കൾ കണ്ടിരുന്നു? ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ പിന്നെ കോടതിയുടെ വെർഡിക്റ്റ് വരുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടെ ഒറ്റ കാര്യം ചോദിക്കട്ടെ ആഷ്മിയെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. സാധാരണ മലയാളിക്ക്, ശരാശരി മലയാളിക്ക് മനസ്സിലാകാൻ ചോദിക്കുക, ഈ നടിയെ ആക്രമിക്കപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്? പൾസസൂരി പറഞ്ഞത് ഒരു കൊട്ടേഷനാന്ന് പറഞ്ഞു അല്ലേ? ആർക്ക് വേണ്ടിയാണ് പൾസസൂരി അപ്പം പറഞ്ഞില്ല? ഇതൊക്കെ പറയാൻ മനഃപൂർവ്വം പറയാഞ്ഞതാണ് അല്ലേ? അങ്ങനെയെങ്കിൽ പൾസസൂരി എപ്പോഴാണ് പറഞ്ഞത്? 4 മാസം കഴിഞ്ഞ്. ഇത് 4 മാസം കഴിഞ്ഞ് ഒരു നാടകം ജയിലിൽ നടന്നല്ലോ. ഒരു ഫോൺ അങ്ങോട്ട് കടന്നു. ജയിലിൽ ഒരു മുട്ടുസൂചി കടക്കണമെങ്കിൽ ഉദ്യോഗസ്ഥരെ കടക്കുമോ? ഈ നാടകമൊക്കെ ആരോടാ പറയുന്നത്? ഇത് ഫ്രെയിം ചെയ്ത കേസാന്ന് പറയാനുള്ള കാരണങ്ങളിൽ ചിലത് ഇതാണ്. അടുത്ത കാര്യം ചോദിക്കട്ടെ, പൾസസൂരിയും ദിലീപും തമ്മിൽ ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുമോ? ഇത് ഡിജിറ്റൽ രേഖയോ വായ്മൊഴിയൊക്കെ അങ്ങ് പോട്ടെ. പൾസസൂരിയും ദിലീപും തമ്മിലുള്ള ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുമോ? എൻ്റെ ഫസ്റ്റ് ചോദ്യം, ചെറിയ ലളിതമായ ചോദ്യമാണ്. അടുത്തൊരു കാര്യോട് ഞാൻ ചോദിച്ചോട്ടെ, പൾസസൂരിക്ക് ദിലീപ് പൈസ കൊടുത്തല്ലോ എന്നാണല്ലോ ഇവർ പറഞ്ഞത്. ഒന്ന് തെളിയിക്കാൻ പറ്റുമോ സാർ? പൾസസൂരിക്ക് കാക്കയും പരുന്തും തത്തയൊന്നും കൊണ്ട് പൈസ കൊടുക്കുകയല്ലോ. അല്ല സജി നന്ദിയാട്ട്, ഇവിടെ ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാരൊക്കെ ഒരു റൂമിനകത്ത് ഒത്തുചേർന്ന് ചായയും കശുവണ്ടിയും കഴിക്കുന്ന ചർച്ചയല്ല, അത് ക്യാമറയിൽ പകർന്ന ചർച്ചയല്ല, CCTVയിൽ പറയുന്ന ചർച്ചയല്ല. അത് ഗൂഢാലോചനയാണ്, മറ്റേ ആലോചനയാണ്, ഗൂഢാലോചനയാണ്, തെളിവ് ശേഖരം പാടാണ്. എന്നിട്ട് പോലും ഡോക്യുമെന്റ് അടക്കം ഒരുപാട് തെളിവുകൾ കൊടുത്തു. ആ തെളിവുകൾ കോടതിക്ക് ബോധ്യമാവാത്തത് എന്താ എന്ന് നമുക്ക് വിധി പ്രസ്താവത്തിൽ അറിയൂ. ഒരു പ്രശ്നം എന്നാ അറിയോ? നിങ്ങളുടെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. 8.5 വർഷക്കാലം മലയാളിയെ നിങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചു ദിലീപാണെന്ന്. അതങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്തു, ബ്രെയിനിൽ റേസായി പോയി. നമ്മൾ സാധാരണ പറയാറുണ്ട് 13.5 വയസ്സ് വരെ നമ്മുടെ തലച്ചോറ് ഉറയ്ക്കുന്നത് വരെ നമ്മൾ ശീലിച്ചത് നമ്മൾ ജീവിതാവസാനം വരെ കൊണ്ടുപോകത്തുള്ളത്. മലയാളിയോട് എല്ലാം പറഞ്ഞു ഇവിടെ മലയാള സിനിമയിൽ ഒരേ ഒരു നടൻ ദിലീപ് അല്ലല്ലോ. എന്റെ ക്രൂശിച്ചു, അത് പോട്ടെ. ഇവിടെ മലയാള സിനിമയിൽ ഒരേ ഒരു നടൻ ദിലീപ് അല്ലല്ലോ. മമ്മൂട്ടിയുണ്ട്, മോഹൻലാലുണ്ട്, പൃഥ്വിരാജുണ്ട്, കുഞ്ചാക്കോവനുണ്ട്, 100%. പിന്നെ ഒരുപാട് നടന്മാരുണ്ടല്ലോ. ആരുടെയും പേര് പറഞ്ഞില്ലല്ലോ. ഇവിടെ ദിലീപാണല്ലോ അകത്ത് കാണുന്നത്. അതെല്ലാം മാധ്യമോട് തലക്കി വെക്കല്ലേ? അതിന്റെ കാരണം ബേസിക് കോഴ്സ് പറയാം, അടിസ്ഥാന പറയാം. അല്ല, അവരാരും കാവ്യ വിവാഹം കഴിച്ചില്ലല്ലോ. മമ്മൂട്ടിയോ മോഹൻലാലോ അവരാരും കാവ്യ വിവാഹം കഴിച്ചില്ലല്ലോ. കാവ്യ വിവാഹം ദിലീപ് കഴിച്ചതിനുള്ള കലിപ്പ് തീർത്തതാണ് ഈ കൊട്ടേഷൻ. മഞ്ജു എന്ന് പറയണോ? അത് പറ ആഷ്മി, ഇങ്ങനെ പറഞ്ഞു പോവല്ലേ. എനിക്ക് ആഷ്മി വിവാഹം കഴിച്ചത് ആരാ? ദിലീപല്ലേ കാവ്യെ. അതല്ലാതെ മമ്മൂട്ടി മോഹൻലാലോ ഒന്നും അല്ലല്ലോ അവരോട് വൈരാഗ്യം വരാൻ. ദിലീപ് കാവ്യ വിവാഹം കഴിച്ചതാണ് ഇതിന്റെ അടിസ്ഥാന കാരണം എന്ന് ഞാൻ എത്രയോ നാൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ബാക്കി നിങ്ങൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സൂട്ടബിൾ വേർഡ്സ് നിങ്ങൾക്ക് വിട്ടുതരിക. പിന്നെ നിങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ രാഹുൽ ഈശ്വറിനെ ഇപ്പൊ നിങ്ങൾ ചർച്ചയിലെല്ലാം വിളിക്കും. രാഹുൽ ഈശ്വരൻ ചർച്ചയിലെല്ലാം വിളിച്ച് പാവത്തെ ഇട്ടിട്ട് അവസാനം അത് ആഘോഷിച്ചു. രാഹുൽ ഈശ്വരനെ അകത്തോട്ട് ഇട്ടപ്പോഴും നിങ്ങൾ ആഘോഷിച്ചു. നിങ്ങൾക്ക് പ്രശ്നം എന്താ? ക്ഷീരമുള്ള അകിടിൻ ചോട്ടിലും കൊതുകിന് പ്രിയം ചോര തന്നെ. നിങ്ങൾക്ക് സജീവന്തിയുടെ അകത്ത് പോകുന്ന ഇഷ്ടമാണ്. അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് പോകുമ്പോഴേ വാർത്തയുള്ളൂ.
ഇല്ല. ദിലീപ് അകത്ത് പോയില്ല വാർത്തയില്ല. നിങ്ങൾക്ക് ദിലീപ് അകത്ത് പോയാൽ നിങ്ങൾക്ക് റേറ്റിംഗ് കൂട്ടാം, പരസ്യ ചാർജ് കൂട്ടാം, പ്രേക്ഷകരെ കൂട്ടാം. ദിലീപ് അകത്ത് പോയ സമയത്ത് ഇവിടുത്തെ ഒരു സീരിയൽ പോലും കാണാൻ ആളില്ലായിരുന്നു. അത്രയ്ക്കും ആൾക്കാരെ നിങ്ങൾ കൊണ്ട് ദിലീപിനെ അകത്തിട്ടത് മാധ്യമങ്ങളാണോ? ശരി, മാധ്യമങ്ങൾക്ക് റേറ്റിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ദിലീപിനെ പിടിച്ച് അകത്തിട്ടേക്കാമെന്ന് മാധ്യമങ്ങൾ തീരുമാനിച്ചു. മാധ്യമങ്ങളുടെ കോടതി മാധ്യമങ്ങളുടെ ജയിലിൽ പിടിച്ചിട്ടാണോ? അല്ലല്ലോ, ഇതൊരു കത്ത് പുറത്തു വന്നു. ആ കത്തുമായി DGP എടുത്ത് പോയ ആരാ? ദിലീപ. ഇതിന് കൂടാതെ അന്വേഷിക്കണമെന്ന് അല്ലേ? മുഖ്യമന്ത്രി, കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞു ഇതിൽ ഗൂഢാലോചന ഇല്ലെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തൊരു ബഹളമായിരുന്നു. ആഷ്മിയൊക്കെ കോർട്ടിൽ തുള്ളിച്ചാടുകയായിരുന്നല്ലോ. എല്ലാ ചാനലുകാരും ഇല്ലില്ല ദിലീപ് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്തിട്ടില്ലേ, എന്നിട്ട് നിങ്ങൾ പറയാം നിങ്ങൾക്ക് ഇപ്പൊ ഒന്നും അറിയില്ല. അതേ മുഖ്യമന്ത്രിയുടെ പോലീസല്ലേ സാറേ ദിലീപിനെ പിടിച്ചകത്തിട്ട് 84 ദിവസം ഒന്നും ചെയ്തില്ലെന്ന് പറഞ്ഞ ഇതെല്ലാം അതേ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിലെ പോലീസല്ലേ സാറേ ദിലീപിനെ പിടിച്ച് 84 ദിവസം അകത്തിട്ടെ? നിങ്ങളുടെ സങ്കടം പറഞ്ഞോ. നിങ്ങൾക്ക് അനുകൂലമായി പറയുന്ന കുറെ പാനലിസ്റ്റിനെ കൊണ്ടിരുത്തിയിട്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ദിലീപ് തെറ്റ് ചെയ്യില്ലെന്ന് വിശ്വസിച്ചിട്ടുണ്ട്. ഇപ്പോ വിവരം ബോധമുള്ളവർ. പിന്നെ നിങ്ങൾ കഥ ഇങ്ങനെ മെനയും, നിങ്ങൾ കഥ പറയാൻ മിടുക്കന്മാരാ, ചെയ്തോ, ജോലിയല്ലേ. താങ്കൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറഞ്ഞത് ഇവിടെ ബോധവും വിവരമുള്ളവർക്ക് ഒരു ചെറിയ ടൈനി എവിഡൻസ് കൊടുത്തിട്ട് നിങ്ങൾ ഈ ചാനലിൽ ഇരുന്നോട്ട് അയ്യോ ഇന്നലെ വൈകിട്ട് പറഞ്ഞ എന്താ ധാരാളം ചെലവുണ്ട്, 20 വർഷം തടവ്, 20 വർഷം തടവ്. എവിടെയാ ആയുർവേദം, എവിടെയാ നമ്മുടെ കോയമ്പത്തൂർ ആയുർവേദശാലയിലാണ് തടവ്. എന്തൊക്കെ കഥകളാണ് നിങ്ങൾ പറയുന്നത്. ആ തെളിവ് കൂമ്പാരം കോടതിക്ക് ബോധ്യപ്പെടാത്തതാണല്ലോ പ്രശ്നം. അത് ബോധ്യപ്പെടാത്ത എന്തുകൊണ്ടാണെന്ന് വിധിപ്രസ്താവം വരട്ടെ, നമുക്ക് അപ്പൊ ഇരിക്കാം. താങ്കൾ പറഞ്ഞില്ലേ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്? വേണ്ട, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഈ കേസിൽ കുറ്റമുക്തനായ 8ാം പ്രതി കുറ്റമുക്തനായി ഇറങ്ങിയപ്പോ തന്നെ പറഞ്ഞു. കേൾപ്പിക്കാവോ സജീവൻ ചേട്ടാ? താങ്കൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പറഞ്ഞു. വേണ്ട, ഈ കേസിൽ കുറ്റമുക്തനായി ഇറങ്ങിയ 8ാം പ്രതി ഇറങ്ങിയപ്പോ തന്നെ ആദ്യം പറഞ്ഞ ആ ബ്ലാങ്ക്സ് ഫിൽ ചെയ്തു. പ്ലേയോ CBI അന്വേഷണം വന്നിരുന്നെങ്കിൽ യഥാർത്ഥ പ്രതികൾ ഇവിടെ വന്നേനെ, ആ പെൺകുട്ടിക്ക് നീതി ലഭിച്ചേനെ. ആ പെൺകുട്ടിക്ക് അറിയില്ലല്ലോ ആരാ ഇത് ചെയ്യിക്കാൻ വിട്ടതെന്ന്. പെൺകുട്ടി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ദിലീപാണ് നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. പെൺകുട്ടിക്ക് അറിയത്തുള്ളൂ സാർ. ഇവിടെ ആരാ പെൺകുട്ടിക്കെതിരെ? പിന്നെ ഇല്ലാത്ത നറേഷൻ കൊടുക്കുന്ന നിങ്ങളുടെ ഉദ്ദേശം എന്താ? ഇന്ന് കോടതി വിധി വന്നിരിക്കുന്നു. ഈ കോടതി വിധി തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്താനല്ലേ ആഷ്മി ഈ ചർച്ച? എന്നിട്ട് നിങ്ങളെ ഹോമിയോ ഗുളിക പോലെ അകത്ത് കയ്പ് വെച്ചിട്ട് മധുരം വെക്കല്ലേ പ്ലീസ്. ആർക്കാ മനസ്സിലാക്കാൻ? നിങ്ങളുടെ പ്രശ്നം എന്താ? ഇന്ന് മോശമാണെന്ന് കാണിക്കാൻ 3-4 പേരെ കൊണ്ടിരുത്തിയിട്ട് അതിലെ പുട്ടിന്റെ തേങ്ങാപ്പുര പോലെ എന്നെ കൊണ്ടിരുത്തിയിരിക്കുക. ഞങ്ങൾ അങ്ങനൊന്നുമല്ല, ഞങ്ങൾ ഇങ്ങനെയാണ്. എന്റെ ആഷ്മി, സാമാന്യ ബുദ്ധി ഞങ്ങൾക്ക് കൊണ്ട് ഞങ്ങൾ കഴിക്കുന്നതും അരിയാഹാരവും ഗോതമ്പും ഒക്കെയാ. നിങ്ങൾ പറഞ്ഞ് ചാനലുകളുടെ എല്ലാം വിശ്വാസം പൊക്കൊണ്ടിരിക്കുക. താങ്കൾ നേരത്തെ പറഞ്ഞു കാവ്യ മാധവനെ വിവാഹം കഴിച്ചതിൽ ആർക്കുള്ള കരിപ്പാണെന്ന് പറഞ്ഞത്. നടൻ ദിലീപ് തന്നെ നടത്തി. കുറ്റമുക്തൻ 8ാം പ്രതി പ്ലേയോ? ഈ കേസിലെ ക്രിമിനൽ ഗൂഢാലോചന, ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനൊരു നടപടി ഉണ്ടാക്കിയത്. ശരി, തിരികെ എത്താൻ വിടവേളയ്ക്ക് ശേഷം സജീവ് 2 മിനിറ്റ് ഇരിക്കണേ. ഇപ്പൊ 2 മിനിറ്റ് ഇരിക്കണേ. 2 മിനിറ്റ്. ശ്രീ പ്രശാന്ത് പത്മനാഭൻ ഇവിടെ ഒരു മെമ്മറി കാർഡ്, പ്രശാന്ത് ഇവിടെ ഒരു മെമ്മറി കാർഡ് കോടതിയുടെ ചെസ്റ്റിൽ നിന്ന് അതിന്റെ ഹാഷ് വാല്യൂ മാറിയെന്ന് സ്ഥിരീകരിക്കപ്പെട്ടതാണ്. അത് ഫോറൻസിക് പരിശോധന സ്ഥിരീകരിക്കപ്പെട്ടതാണ്. അങ്ങനെ മാറിയെന്ന് പറയുമ്പോൾ ഈ പറയുന്നത് എന്താണ് വിഷ്വൽ എന്ന് പറഞ്ഞാൽ അതിജീവിതയുടെ ഭാവിയുമായി ബന്ധപ്പെട്ട വിഷ്വലാണ്. ആ വിഷ്വൽ ചോർന്നു വന്ന് അതിജീവിതയ്ക്ക് പരാതിയുള്ള കേസാണ്. അതിലൊരു നടപടി ഉണ്ടായിട്ടില്ല. അതടക്കം ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. അത് മറുപടി വേണ്ടേ പ്രശാന്ത്? തീർച്ചയായിട്ടും അത് തന്നെ ഞാൻ പറയാനിരുന്നത്. ഹൈക്കോടതി അതിലൊരു എൻക്വയറി ഓർഡർ ചെയ്തു. ആ എൻക്വയറിയുടെ എന്തായി? ആരാണിത് ചെയ്തത്? അവരെ പിടിച്ചോ? എന്താണ് ഇതിനകത്ത്? ആർക്കൊക്കെയാണ് ഇതിനകത്ത് പങ്കുള്ളത്? അതിൻ്റെ റിസൾട്ട് എന്തായി? നമുക്കത് അറിയാനുള്ള അവകാശമില്ലേ? ജനങ്ങൾക്കിത് അറിയാനുള്ള അവകാശമില്ലേ? പിന്നെ നേരത്തെ ഞാൻ 2 കാര്യം കൂടി പറയാം. ദീദി പറഞ്ഞതിൽ നിന്ന് തുടങ്ങാം. ഇത് അവൾക്ക് വേണ്ടി മാത്രം ഫൈറ്റ് ചെയ്യുന്ന ഒരു കേസല്ല. ഇത് അതിജീവിതയ്ക്ക് വേണ്ടി മാത്രമല്ല, ഇത് സ്റ്റേറ്റിൻ്റെ, നമുക്ക് എല്ലാവർക്കും അപമാനമാണ്. ഇത് ക്രൈം എന്ന് പറയുന്നത് സമൂഹത്തോടുള്ള ഒരു കുറ്റമാണ്. അതിൽ ഇവരുടെ അതിജീവിതയുടെ ഫൈറ്റ് എന്ന് പറയുന്നത് കേരള സമൂഹത്തിന് വേണ്ടിയിട്ടാണ്, എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയിട്ടാണ്. അതിൽ നേരത്തെ താങ്കൾ പലരുടെയും പേര് പറഞ്ഞിരുന്നു. ഞാൻ 2 പേരുകളോട് പറയാം. മിനി അഡ്വക്കേറ്റ് എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് അങ്ങേയറ്റം നിന്ന ഒരു വക്കീലാണ്.
പിന്നെ അഡ്വക്കേറ്റ് അജകുമാർ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് വന്നതിന് ശേഷം അദ്ദേഹം വേറെ കേസുകളെല്ലാം മാറ്റി വെച്ചിട്ട് ഈ കേസിന് വേണ്ടി അങ്ങേയറ്റം അഹോരാത്രം പണിയെടുത്ത ആൾക്കാരാണ്. ഇവരൊക്കെ നമുക്കൊപ്പം ഉണ്ട്. നേരത്തെ ബാലചന്ദ്രകുമാർ ഒരു മൊഴി കൊടുത്തിരുന്നു. ആ മൊഴി എന്തായി? അതിനെപ്പറ്റി എന്താണ് ഈ ജഡ്ജി ചെയ്തിരിക്കുന്നത്? വരട്ടെ, വിധി വരട്ടെ. വന്നു കഴിയുമ്പോൾ നമുക്ക് അക്കാഡമിക്കായിട്ടൊരു സജഷൻ കൊടുക്കാം. എനിക്കൊരു അഭിപ്രായമുണ്ട്. വന്നു കഴിയുമ്പോൾ നാഷണൽ ജുഡീഷ്യൽ അക്കാഡമിയിൽ ഇത് പാഠപദ്ധതിയുടെ ഭാഗമാക്കുക. കാരണം എങ്ങനെയാണ് ജഡ്ജ്മെൻറ്റ് എഴുതരുതാത്തത്, എങ്ങനെ ഹൗ നോട്ട് ടു റൈറ്റ് എ ജഡ്ജ്മെൻറ്റ്. മധുര കേസ് എന്ന് പറയുന്നത് വളരെ കുപ്രസിദ്ധമായിട്ടുള്ളൊരു കേസുണ്ട്. 14 വയസ്സുള്ള ഒരു ദളിത് ബാലികയെ പീഡിപ്പിച്ചപ്പോൾ പോലീസുകാരത് ചെയ്ത് കാണത്തില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതി എഴുതിയ വിധിയാണ്. അത് കണ്ടം ചെയ്യപ്പെട്ടു. അതുപോലെ ഈ വിധിയും ഇത് വന്നു കഴിയട്ടെ, ഈ കാര്യകാരണ സഹിതം ജഡ്ജ്മെന്റ് പുറത്തു വരട്ടെ. അത് കഴിയുമ്പോൾ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഒരു കാര്യം കൂടി പറയാം. ഇന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ മുമ്പിൽ 21ാമത്തെ ഐറ്റമായിട്ടൊരു കേസുണ്ടായിരുന്നു. യു പിയിലെ ഒരു ജഡ്ജി ഇൻസെൻസിറ്റീവ് ആയിട്ടൊരു റിമാർക്ക് പാസ്സാക്കിയത്, പൈജാമ ഊരിയിട്ട് ബ്രസ്റ്റിൽ കടന്നു പിടിക്കാൻ നോക്കിയത് അത് അറ്റംപ്റ്റ് അല്ല, അതൊരു പ്രിപ്പറേഷൻ ആണെന്ന് പറഞ്ഞ് അതിനെതിരെ അത് ഷോക്കിംഗ് ആണ് എന്ന് പറഞ്ഞ് സുപ്രീം കോടതി അത് സ്റ്റേ ചെയ്തിരുന്നു. ആ കേസ് ശോഭ ഗുപ്ത എന്ന് പറയുന്ന സീനിയർ അഡ്വക്കേറ്റ് ആണ് അത് ലെറ്റർ എഴുതിയത്. അന്ന് ചീഫ് ജസ്റ്റിസ് ഗവായി അതിൽ സ്വമേധയാ കേസ് എടുത്തിരുന്നു. ഇന്ന് ആ കേസ് വന്നപ്പോൾ ഞാൻ അതിനകത്ത് സ്ത്രീശക്തി എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് വേണ്ടിയിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തിരുന്നു. ആ കേസിൽ ഞാൻ ഇന്ന് ചീഫ് ജസ്റ്റിസിൻ്റെ സമക്ഷം ബോധിപ്പിച്ചു. ഇന്ന് എറണാകുളത്തെ ഒരു സെഷൻസ് കോടതിയിൽ നിന്ന് ഇതൊരു ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട്. ആ കേസിലെ വിക്ടിം തന്നെ വെളിയിൽ വന്നിട്ട് കോടതിക്കകത്തുണ്ടായ പീഡന കാര്യങ്ങളൊക്കെ വിവരിക്കുന്ന വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഈ കാര്യങ്ങളെല്ലാം ഡോക്യുമെന്റ് ചെയ്ത് ഇവിടെ ഫയൽ ചെയ്യുക. സുപ്രീം കോടതി അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കും. ഇന്ത്യയിലെ മുഴുവനുള്ള ആ കേസുകളിൽ സജി എങ്ങനെ ഒരു ശിക്ഷാവിധി എഴുതരുത്, അല്ലെങ്കിൽ എങ്ങനെ ഒരു വിചാരണ കോടതി പ്രവർത്തിക്കരുത് എന്നതിന്റെ അക്കാഡമിക്കൽ തെളിവാവോ ഇന്നത്തെ വിധി? പ്രശാന്ത് പറഞ്ഞ പോലെ അതെ, തെളിവില്ലാതെ ശിക്ഷിക്കണം എന്നുള്ളതാണെങ്കിൽ അങ്ങനെ ആവും. തെളിവില്ലാതെ ഒരാളെ ശിക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആവും. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞു പോകാം. ഇതിലെ കോൺഫറൻസ് നടത്തിയ ആരാന്ന് ഞാൻ പറയട്ടെ. ആഷ്മിക്ക് പറഞ്ഞോട്ടെ, ജനങ്ങൾക്ക് പറയട്ടെ. പറയൂ. ആഷ്മി പറയാൻ പോവാ. പറയൂ. ഇതിൽ കോൺഫറൻസ് നടത്തിയ ദിലീപ് അല്ല. പൾസർ സുനിക്ക് പല പ്രാവശ്യം ഹൈക്കോടതിയിൽ ജാമ്യത്തിന് വേണ്ടി ലക്ഷങ്ങൾ മുടക്കിയത് ആര്? പൾസർ സുനിക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ലക്ഷങ്ങൾ മുടക്കിയത് ആര്? സുപ്രീം കോടതിയിലും ഹൈക്കോടതി ആര്? പോലീസ് തന്നെ അന്വേഷിക്കാത്തെ, പറയാത്തെ? ആ പണം മുടക്കിയത് ആരോ അവരാരാ? ഞാനാണ് അന്വേഷിച്ച് പറഞ്ഞത്. ആഷ്മി നിങ്ങൾ ഇതുവരെ പൊട്ടിച്ചല്ലോ. വേണ്ടി ഹൈക്കോടതിയിലെ പണം മുടക്കിയത് ആര്? ഒരു ഹൈക്കോടതി കേസ് കളിക്കണമെങ്കിൽ വ്യവഹാരം നടത്തുന്നവർക്ക് അറിയാം. 10 തവണ ജാമ്യത്തിന് പോയി ജാമ്യത്തിന് വേണ്ടി. ഈ പണം മുടക്കിയത് ആര്? അവരാണ് സാർ ഈ കോൺഫറൻസ് ചെയ്തത്. പോലീസ് എന്തുകൊണ്ടാണ് പൾസർ സുനിക്ക് വേണ്ടി പണം മുടക്കിയവരെ അന്വേഷിക്കാഞ്ഞത്? ഇതേക്കുറിച്ച് അന്വേഷിക്കേ. സമൂഹം കേൾക്കട്ടെ. നിങ്ങൾ പിന്നെ ചറപറ കുറെ ആരോപണം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ അന്വേഷിക്കണം. 8.5 വർഷമായിട്ട് പറയുക എന്റെ ബൈജു കൊട്ടാരക്കര എന്താ നിങ്ങളെ കുറിച്ച് പറയേണ്ടത്? എനിക്ക് സഹതാപം തോന്നുന്നു. കുറെ കള്ള പരാതി, കുറെ കള്ള മൊഴികളും കോടതിയിൽ എടുക്കത്തില്ല കേട്ടോ. ഇത് നിങ്ങളുടെ പ്രശ്നം എന്താണെന്നറിയോ? ബൈജു കൊട്ടാരക്കര സൈജാണ് പറഞ്ഞത് ശരിയാ. ഈ പറയുന്ന സാധാരണ ഡ്രൈവർക്ക്, ഒരു ദിവസക്കൂലിക്കാരന് കോടതിയിലേക്ക്, സുപ്രീം കോടതിയിലേക്ക് പോകാൻ സ്വന്തം കാശ് മുടക്കി പണം കൊടുത്ത് അന്വേഷിക്കണം. ബൈജു കൊട്ടാരക്കര തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ്. അത് അന്ന് മുതലേ പറയുന്നോണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ. അന്വേഷിക്കോ, കണ്ടെത്തുവോ? ഹാഷ്മി ഈ സജി എന്തായിട്ട് ഇങ്ങനെ ഈ വെറുതെ കിടന്ന് വാചകം അടിച്ചുകൊണ്ടിരിക്കുകയാണ് കുറെ നേരങ്ങളായിട്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിനകത്ത് എത്ര സ്ഥലത്താണ് 3 സിനിമയുടെ ലൊക്കേഷനിൽ ഈ പറയുന്ന പൾസർ സുനിയെ കണ്ടു എന്നുള്ളതിന്റെ രേഖകൾ സഹിതം പോലീസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ജോർജ് ഏട്ടൻസ് പൂരം, പിന്നെ മറ്റൊന്ന് സൗണ്ട് തോമ, പിന്നൊരെണ്ണം ഏതാ കട്ടപ്പനയിൽ ഋത്തിക് റോഷൻ. ഇങ്ങനെ 3 സിനിമയുടെ ലൊക്കേഷനുകളിൽ ഈ പൾസർ സുനിയെ കണ്ടു എന്നുള്ളതിന്റെ തെളിവുകൾ പോലീസ് കൊടുത്തിട്ടുണ്ട്. ലൊക്കേഷൻ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ പൾസർ സുനിയുടെ അക്കൗണ്ടിലേക്ക്, പൾസർ സുനിയുടെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് ദിലീപ് പൈസ ഇട്ട് കൊടുത്തതിന്റെ തെളിവുകൾ, അതേപോലെ തന്നെ നാദിർ ഷാ 30,000 രൂപ ഇട്ട് കൊടുത്തതിന്റെ തെളിവുകൾ, മറ്റ് 2-3 സിനിമാ കമ്പനികളുടെ പേരിൽ ഈ പൾസർ സുനിക്ക് പണം കൊടുത്തതിന്റെ തെളിവുകൾ ഉണ്ട്. സിനിമാ സെറ്റുകൾ, സെൽഫികൾ കൊടുത്ത പണങ്ങൾ, ഇതൊക്കെ ഉണ്ട്. പക്ഷേ
പക്ഷേ ആ തെളിവുകൾ ഇത് മാത്രമല്ല, കുറെ അധികം ഡോക്യുമെന്ററി എവിഡൻസ് അടക്കം ആ പറഞ്ഞ കത്തടക്കം തെളിവിന്റെ കൂമ്പാരമുണ്ട്. ആ തെളിവ് കൂമ്പാരങ്ങൾ കോടതിക്ക് എന്തുകൊണ്ട് ബോധ്യപ്പെട്ടില്ല എന്നുള്ളത് പ്രധാനമാണ്. ആ ബോധ്യപ്പെടൽ ഉണ്ടാവാത്ത എന്ത് എന്നറിയണമെങ്കിൽ നമുക്ക് 12-ാം തീയതി ഈ കോടതി വിധി പുറത്തു വരുന്ന കാത്തിരിക്കും. നമുക്ക് വൈ കൊട്ടരക്കര, പ്രശാന്ത് പത്മനാഭൻ, സജി നന്ദിയുടെ നമുക്ക് അന്ന് വീണ്ടും ഒരിക്കൽ കൂടി ഇരിക്കേണ്ടി വരും. അപ്പോൾ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. പ്രിയ പ്രേക്ഷകർക്ക് ശുഭരാത്രി എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. നമസ്കാരം.